Good evening, everyone. ഇന്നലത്തേക്ക് വായിച്ചു നോക്കിയോ എല്ലാവരും? എല്ലാവരും ഇന്നലത്തെ മുഴുവൻ വായിച്ചു നോക്കിയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. എല്ലാവരും വായിച്ചു നോക്കിയോ? ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്തൂടെ? അല്ലേ? പറ്റുമല്ലോ. ഞാൻ മറക്കരുത് എന്ന് പറഞ്ഞ സാധനം എത്രയായിരുന്നു? HSN ഇന്ത്യയിൽ എത്ര കോഡാ? എത്ര ഡിജിറ്റാ HSN ഇന്ത്യയില്? ഓരോ ഗുഡ്സിനെയും നമ്മൾ ഒരു കോഡ് വെച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. ജനറലി 6 ആണ്, പക്ഷെ ഇന്ത്യയിൽ അത് ഒന്നും കൂടെ വൈഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 6 + 2 8 ഡിജിറ്റ് ആണ്. ഓക്കെ, അതെ ശരിയാണ്. രാഹുൽ അനശ്വര 8. ഓക്കെ, നമ്മൾ നിർത്തിയത് ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു അല്ലെ? ടാക്സ് ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? നമ്മളെല്ലാം പറഞ്ഞിരുന്നു. ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ ഉണ്ടാവും? സാധാ ഒരു ബില്ലിൽ എന്തൊക്കെ ഉണ്ടാവും? സപ്ലയറുടെ പേര്, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അയാളുടെ പേര്, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ 50,000-ന് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും വയ്ക്കണം. ഓക്കെ, പിന്നെന്താ? ഡേറ്റ്, ടാക്സബിൾ വാല്യൂ, ടാക്സ് റേറ്റ്, ടോട്ടൽ വാല്യൂ, പിന്നെന്തായിരുന്നു? HSN വേണമെന്ന് പറഞ്ഞു. പിന്നെ ക്വാണ്ടിറ്റി എത്രയാണ്? ക്വാണ്ടിറ്റി ഡീറ്റെയിൽസ്. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ, പിന്നെ അഡ്രസ് ഡിഫറെന്റ് ആണെങ്കിൽ അത്, പിന്നെന്താ? റിവേഴ്സ് ചാർജ് ബേസിസിൽ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യണം, പിന്നെ സൈനും അല്ലെ? ഇത് പൊതുവെ എല്ലാ ഇൻവോയ്സും ബിൽ ഓഫ് സപ്ലൈയും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ കോമൺ ആയിട്ട് വരുന്നത് നെയിം, അഡ്രസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ? എല്ലാത്തിലും ഒരേ സാധനം തന്നെ അല്ലേ? പർപ്പസ് ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ബിൽ ഓഫ് സപ്ലൈ എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? എന്തിനാണ് ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്തിരുന്നത്? എന്തിനാണ് ബിൽ ഓഫ് സപ്ലൈ എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിരുന്നത്? ടാക്സ് ഇൻവോയ്സും ബിൽ ഓഫ് സപ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? എക്സംപ്റ്റ് ഗുഡ്സും പിന്നെ ഒന്നും കൂടെ അല്ലേ? എക്സംപ്റ്റ് സപ്ലൈ, പിന്നെ ഓക്കെ ഗുഡ്സ് സർവീസ്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ കോമ്പോസിഷൻ അല്ലെ? ഞാൻ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും ഓർമ്മ ഉണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഞാൻ കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലും അവിടെ ടാക്സ് ഇൻവോയ്സ് എല്ലാം ഇഷ്യൂ ചെയ്യാം. എന്താ ഇഷ്യൂ ചെയ്യുക? ബിൽ ഓഫ് സപ്ലൈ. ഓക്കെ, ഓർക്കുക. അപ്പൊ എന്താ? നമ്മൾ ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് പറഞ്ഞു. ഇനി ബിൽ ഓഫ് സപ്ലൈ ആണ്. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈങ് എക്സംപ്റ്റ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഓർ പേയിങ് ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. എക്സംപ്റ്റ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് അടയ്ക്കുന്ന ഒരാള് ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സിന് പകരം എന്താ ഇഷ്യൂ ചെയ്യുക? ബിൽ ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പൊ കോമ്പോസിഷൻ സ്കീം എന്താ ഇഷ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബിൽ ഓഫ് സപ്ലൈ. കോമ്പോസിഷൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുക ടാക്സ് ഇൻവോയ്സ് ആണോ, ബിൽ ഓഫ് സപ്ലൈ ആണോ, റെസിപ്റ്റ് വൗച്ചർ ആണോ, റീഫണ്ട് വൗച്ചർ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താ? ബിൽ ഓഫ് സപ്ലൈ. അത്ര ആലോചിക്കുക. ഇനി ഈ ബിൽ ഓഫ് സപ്ലൈയില് എന്തുണ്ടാവില്ല? നമ്മൾ നേരത്തെ പറഞ്ഞതിലെ ടാക്സ് റേറ്റ് ഉണ്ടാവില്ല അല്ലെ? ടാക്സബിൾ വാല്യൂ ഉണ്ടാവില്ല. വാല്യൂ ഉണ്ടാവും, ടാക്സ് റേറ്റ് ഉണ്ടാവില്ല, ടോട്ടൽ വാല്യൂ ഉണ്ടാവില്ല അല്ലെ? മൊത്തം വാല്യൂ ഒരുമിച്ചല്ലേ?
അങ്ങനത്തെ കുറച്ച് മാറ്റമുള്ളൂ. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും അതില്? നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓഫ് സപ്ലയർ, നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പറും നെയിമും അഡ്രസ്സും. പിന്നെ എല്ലാ കേസിലും സീരിയൽ നമ്പർ 16 ക്യാരക്ടറിന് കൂടാൻ പാടില്ല കേട്ടോ. മാക്സിമം സീരിയൽ നമ്പർ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, 001/2021 ഒരു ബില്ല്. നമുക്ക് അങ്ങനെ കോഡ് പല ടൈപ്പിലും ഉണ്ടാക്കാം, സെപ്പറേറ്റ് കോഡൊക്കെ ജനറേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലിന്റെ സീക്വൻസ് ഇല്ലേ, മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ബില്ല് കിട്ടുന്നില്ലടാ, പല പല ബില്ലുകൾ. ഇപ്പോ 1901/2019 അല്ലെങ്കിൽ ചില കടകളിൽ എങ്ങനെയായിരിക്കും, നേരെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഇൻവോയ്സ് തരുന്നത് അല്ലെ? ഒരു സീക്വൻസ് ആയിട്ടല്ലേ തരാം. അപ്പോ ഒരു സീരിയൽ നമ്പറിൽ മാക്സിമം ക്യാരക്ടർ എന്ന് പറയുന്നത് 16 ക്യാരക്ടർ ആണ്. അത്രയും ഓർക്കുക, 16 ക്യാരക്ടർ ആണ് മാക്സിമം. ഓക്കെ, ഇതില് ആൽഫബറ്റ് ഉണ്ടാവാം, നമ്പർ ഉണ്ടാവാം, സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവാം. ഓക്കെ, ഇനി എന്താ? ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, നെയിം രജിസ്റ്റേർഡ് ആണെങ്കിൽ മറ്റാളുടെ എന്താ പറയുക, റെസിപ്പിയന്റിന്റെ നെയിം, HSN കോഡ്, ഡിസ്ക്രിപ്ഷൻ, വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, പിന്നെന്താ? സിഗ്നേച്ചർ. ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഇനി റെസിപ്റ്റ് വൗച്ചർ. ഈ റെസിപ്റ്റ് വൗച്ചറും റീഫണ്ട് വൗച്ചറും ഒരുമിച്ച് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഇതെന്ത് പറ്റിയടാ? ആ, റെസിപ്റ്റ് വൗച്ചറും റീഫണ്ട് വൗച്ചറും ഒരുമിച്ച് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോ ഞാന് ഒരു മിനിറ്റ് ഇടാ. ഇത്രേ ഉള്ളൂ. ഞാനിപ്പോ അനശ്വരയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അഡ്വാൻസ്, ഓക്കെ, അഡ്വാൻസ് മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞല്ലോ ടൈം ഓഫ് സപ്ലൈയിലെ അഡ്വാൻസിന് മുകളിൽ ടാക്സ് അടയ്ക്കണം. അഡ്വാൻസ് ആണ് ആദ്യം കിട്ടിയതെങ്കിൽ അഡ്വാൻസ് അല്ലെ? ഓർക്കുന്നുണ്ടോ? ടൈം ഓഫ് സപ്ലൈ അഡ്വാൻസ് കിട്ടിയതാണോ? ഗുഡ്സിന് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അല്ലെ? ഓർക്കുന്നുണ്ടോ? സർവീസ് ആണെങ്കിൽ അഡ്വാൻസ് കിട്ടിയത് അല്ലെങ്കിൽ വിത്തിൻ ടൈം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? വിത്തിൻ ടൈം ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവീസ് ആണെങ്കിൽ എങ്ങനെ? ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓർ എന്തായിരുന്നു? ഇൻവോയ്സ് കറക്റ്റ് സമയം ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഒരു സർവീസിന്, അപ്പൊ അവിടെ ടൈം ഓഫ് സപ്ലൈ ഏതായിരുന്നു? ഏതായിരുന്നു? വായിച്ചു നോക്കിയിട്ടില്ലല്ലോ ആരും. എടാ ഓർമ്മയില്ലേ? എന്താടോ നമ്മളിവിടെ പഠിച്ച കാര്യല്ലേ? ടൈം ഓഫ് സപ്ലൈ എവിടെയായിരുന്നു? ടൈം ഓഫ് സപ്ലൈ നമ്മൾ പറഞ്ഞതല്ലേ? ഇൻവോയ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ആർ ഇസ് എർലിയർ. ഓർമ്മയില്ലേ? കേൾക്കണുണ്ടോ? അതോ ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? എടോ ഉള്ളത് പറയടോ. എന്ത് ഓർമ്മയില്ലാഞ്ഞിട്ടാ? ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓർമ്മ വരും അല്ലേ?
എടോ നമ്മളൊരു സപ്ലൈയുടെ മുകളിൽ എപ്പോൾ ടാക്സ് അടയ്ക്കണം എന്നുള്ളതായിരുന്നില്ലേ ടൈം ഓഫ് സപ്ലൈ അല്ലെ? എന്തിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് വാല്യൂ ഓഫ് സപ്ലൈ. ഇന്റർ ആണോ ഇൻട്ര ആണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ? വാല്യൂവിൽ ഇന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്തൊക്കെയായിരുന്നു? ടാക്സസ്, ഡ്യൂട്ടീസ് അതർ ദാൻ GST ആൻഡ് കോമ്പൻസേഷൻ സെസ് അല്ലെ? പിന്നെ എന്തെങ്കിലും ഇൻസിഡന്റൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത്, ഇൻട്രസ്റ്റ്, പെനാൾട്ടി, ലേറ്റ് ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, തേർഡ് പാർട്ടി പേയ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, സബ്സിഡി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മ ഉണ്ടോ? വായിച്ചു നോക്കിയിട്ടില്ല ആരും അല്ലെ? വായിച്ചു നോക്കിയവർക്ക് ഓർമ്മ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടാൻ ഓർമ്മ ഉണ്ടല്ലോ സാധനം. മൾട്ടിപ്പിൾ ചോയ്സിൽ ഇത് കാണുമ്പോൾ ഓർമ്മ വരുമല്ലോ, ഇത് ഏതാണ് പെടാത്തത് അല്ലാത്തത് അല്ലേ? ഞാൻ പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ആണോ? അങ്ങനാണോ? ഇന്നും ആർക്കും ഒരു ഉഷാറ് പോരല്ലോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാമെന്ന് പറയാം, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയാം. അത്ര മതി. ഞാൻ അത്രയല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനിതൊക്കെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും നമ്മൾ എന്താ പറയാ, നിങ്ങളായിട്ട് റിവൈസ് ചെയ്തില്ലെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടാ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു നമ്മൾ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത്. സെക്ഷൻ 31 പ്രകാരമാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് പറയുന്നത്. ഓക്കെ, ടാക്സ് ഇൻവോയ്സിലും നമ്മൾ പഠിച്ചു സെക്ഷൻ 31. ഈ സെക്ഷൻ 31 ടാക്സ് ഇൻവോയ്സ് ആണെന്ന് മാത്രം ആലോചിക്കുക. ഓക്കെ, അപ്പൊ സർവീസിന്റെ കേസിൽ വിത്തിൻ ടൈം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം കേട്ടോ. ഓക്കെ, വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു പോവാം പോരെ? ഓക്കെ, അപ്പോ ഇനി എവിടെ നമ്മൾ നിർത്തിയേ? ഇൻവോയ്സ് സർവീസിന്റെ കേസ് എങ്ങനെയായിരുന്നു? ഏതായിരുന്നു ടൈം ഓഫ് സപ്ലൈ? ഒന്നുകിൽ എനിക്ക് പൈസ കിട്ടിയ സമയം, നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നിങ്ങൾ എപ്പോൾ ടാക്സ് അടയ്ക്കണം? നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടത് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത സമയം, അല്ലെങ്കിൽ അതിനു മുമ്പേ നിങ്ങൾക്ക് അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ദിവസം. ഓക്കെ, എപ്പോഴാണോ നിങ്ങൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ എന്താ പറയാ, ആ എമൗണ്ട് കിട്ടാനായി അല്ലെ? ഇനി എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലും അവിടെ എന്തായി? റവന്യൂ നമ്മൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോ ഒന്നുകിൽ ഇൻവോയ്സ് കിട്ടിയപ്പോഴോ അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയപ്പോഴോ, ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, ഇൻവോയ്സ് കൊടുത്തപ്പോഴോ പേയ്മെന്റ് കിട്ടിയപ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണ് അവിടെ പ്ലേസ് ടൈം ഓഫ് സപ്ലൈ. ഈ സമയത്താണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി സർവീസിന്റെ കേസ് ആണെങ്കിൽ ഇത്രേ മാറ്റുള്ളൂ. നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പഠിക്കാനില്ല, എന്നാലും ഞാൻ പറയാം. ഒരു സർവീസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഒരു സർവീസ് നടന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ഈ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ, വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്? എന്നാണോ സർവീസ് നടന്നത് അല്ലെ? അപ്പൊ നമുക്ക് ആ ഇൻവോയ്സ് ഡേറ്റിന് ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ആനുകൂല്യം കിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ച് ഒന്നും കൂടെ പറയാട്ടോ. ഇത്രേ ഉള്ളൂ. ഒരു സർവീസിന്റെ മുകളിൽ ഞാൻ എപ്പോ ടാക്സ് അടയ്ക്കണം? ഞാനൊരു സർവീസ് പ്രൊവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളുടെ ലാപ്ടോപ്പ് സർവീസ് ചെയ്ത് തന്നു. അപ്പൊ ആ ലാപ്ടോപ്പ് സർവീസ് ചെയ്ത് തന്ന ടൈം എടുക്കണോ, അതോ ഇൻവോയ്സ് ഞാൻ തന്ന ടൈം എടുക്കണോ, അതോ നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തന്ന ടൈം എടുക്കണോ? അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇൻവോയ്സ് ഞാൻ തന്നത് ലാപ്ടോപ്പ് എന്താ പറയാ സർവീസ് ചെയ്ത് തന്ന് റൂൾസില് എന്താ പറയാ ആക്റ്റിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടിയത് ഏതാണോ ആദ്യം, അതാണ് അവിടെ ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി ലാപ്ടോപ്പ് ഞാൻ സർവീസ് ചെയ്ത് തന്നു, ഇൻവോയ്സ് ഞാൻ കറക്റ്റ് സമയം തന്നില്ല.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഇൻവോയ്സ് തരുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന് 6 മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടിയാൽ മതിയോ? ടാക്സ് കിട്ടിയാൽ മതിയോ? മതിയോ? 6 മാസം കഴിഞ്ഞിട്ട് ടാക്സ് കിട്ടിയാൽ മതിയോ? അപ്പോ ഇത്രേ പറയുന്നുള്ളൂ. അങ്ങനാണെങ്കിൽ നിങ്ങൾ ആ 30 ദിവസം എന്ന് പറഞ്ഞ ആനുകൂല്യം ഞാൻ തന്നല്ലോ, അതിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നാൽ മതി. അല്ല എങ്കിൽ എന്നാണോ നിങ്ങളുടെ സർവീസ് നടന്നത് ആ ഡേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് തരണം? എനിക്കുള്ള ടാക്സ് അടച്ചോളണം. ആ ഡേറ്റ് ആണോ അതോ അതിനു മുമ്പേ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ്. പേയ്മെന്റ് എപ്പോഴും ആലോചിക്കുക, പേയ്മെന്റ് ആദ്യമാണെങ്കിൽ ആ ഡേറ്റ്, അല്ല എങ്കിൽ ഇൻവോയ്സ് ഡേറ്റ്. ഇൻവോയ്സ് കറക്റ്റ് സമയം ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ സർവീസിന്റെ കേസിൽ എന്നാണോ സർവീസ് നടന്നത് ആ ഡേറ്റ്. ഇപ്പൊ ഓർമ്മ വന്നല്ലോ, ഇനി ഓർമ്മയില്ല എന്ന് പറയോ? ഓക്കെ, അപ്പോ റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഇൻവോയ്സ് ഞാൻ എന്താ പറയാ, അനശ്വര എന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഗുഡ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമോ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമോ? ഉണ്ടാവുമോ? എടാ, അഡ്വാൻസ് കിട്ടുമ്പോൾ നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് എന്ന് പറയണോ? അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ എന്ത് ചെയ്യാണ്? പേയ്മെന്റ് വാങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു പ്രൂഫ് വേണ്ടേ? ആർക്ക്? അനശ്വര എനിക്കിപ്പോ ഒരു ഗുഡ്സിന് വേണ്ടിയിട്ട് 50,000 രൂപ തന്നു. ഇത് തന്നതിന് ഒരു എവിഡൻസും വേണ്ട. വേണല്ലോ. അതിന് ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് എന്ത്? റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, എനിക്ക് 50,000 രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് വൗച്ചർ ആർക്ക് കൊടുക്കണം? അനശ്വരയ്ക്ക് കൊടുക്കണം. ഇതാണ് റെസിപ്റ്റ് വൗച്ചർ. ഇനി അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള സപ്ലൈ നടത്തണ്ടേ? വേണ്ടേ? അപ്പോ ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, സപ്ലൈ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻവോയ്സും ചെയ്തില്ല, സപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റിയില്ല. അഡ്വാൻസ് കിട്ടി, പൈസ തിരിച്ചു കൊടുക്കണം, അല്ലെ? തിരിച്ചു കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ആ തിരിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് എന്ത്? എന്തായിരിക്കും? റീഫണ്ട് വൗച്ചർ. ഓക്കെ, റീഫണ്ട് വൗച്ചർ. ഇത്രേ ഉള്ളൂ. അപ്പൊ രണ്ടും ഒരുമിച്ച് പഠിച്ചില്ലേ? ഇത് ഞാൻ തിരിച്ചു കൊടുക്കുന്ന വൗച്ചറിനെയാണ് എന്തെന്ന് പറയാം? റീഫണ്ട് വൗച്ചർ. ഇങ്ങോട്ട് കിട്ടിയപ്പോ റെസിപ്റ്റ് വൗച്ചർ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി
ഇനി ഇതിൽ എന്തൊക്കെയാ സാധനം ഇത്ര ഉള്ളൂ. രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ഓൺ റിസീപ്റ്റ് ഓഫ് അഡ്വാൻസ് പേയ്മെന്റ് കിട്ടുമ്പോൾ എന്തെങ്കിലും സപ്ലൈയുടെ മുകളിൽ അഡ്വാൻസ് പേയ്മെന്റ് കിട്ടുമ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? റെസിപ്റ്റ് വൗച്ചർ ഓൺ എനി അതർ ഡോക്യുമെന്റ് എവിഡൻസിങ് റെസിപ്റ്റ് ഓഫ് സച്ച് പേയ്മെന്റ് എന്ത് കൊടുക്കണം? ഒരു റെസിപ്റ്റ് വൗച്ചർ കൊടുക്കണം. അതിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് തന്നെ എല്ലാം സെയിം തന്നെ. GST അഡ്രസ്, GSTN, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ഡേറ്റ്, നെയിം, അഡ്രസ്, രജിസ്റ്റേർഡ് ആണെങ്കിൽ അയാളുടെ അഡ്രസ്, HSN, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, വാല്യൂ, എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടേക്കൺ. ഇത്രേ ഉള്ളൂ. പിന്നെ എത്രയാണ് റേറ്റ് ഓഫ് ടാക്സ്, എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ്ഡ്, പ്ലേസ് ഓഫ് സപ്ലൈ, വെദർ ദ ടാക്സ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ്. നമ്മൾ പറഞ്ഞ സെയിം കണ്ടന്റ് തന്നെ, കണ്ടന്റ് ഒക്കെ സെയിം. ഓക്കെ. ഇനി റീഫണ്ട് വൗച്ചർ എന്താ? ഈ പറഞ്ഞത് തന്നെ. അഡ്വാൻസ് പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ബൈ ദ registered dealer and the receipt voucher is issued by him to recipient of supply. അല്ലെ? ആദ്യം നമ്മൾ റെസിപ്റ്റ് വൗച്ചർ കൊടുത്തു. ബട്ട് സബ്സിക്വന്റ്ലി നോ സപ്ലൈ ഇസ് മെയ്ഡ് ആൻഡ് നോ ടാക്സ് ഇൻവോയ്സ് ഈസ് ഇഷ്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ്സ് ഇഷ്യൂ ചെയ്തില്ല, ടാക്സ് ഇൻവോയ്സും കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? രജിസ്റ്റേർഡ് പേഴ്സൺ റീഫണ്ട് കൊടുക്കണം. ആ റീഫണ്ടിനാണ് നമ്മൾ റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. അതിലും ഈ പറഞ്ഞ സെയിം കണ്ടന്റുകൾ. ഓക്കെ. കണ്ടന്റ്സ് ഒക്കെ സെയിം തന്നെയാണ് എല്ലാത്തിലും. കണ്ടന്റ്സ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും അതിനുള്ളിലെ ആ 16 ഡിജിറ്റും ചോദ്യങ്ങൾ വരാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എല്ലാത്തിലും സെയിം അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. പ്രോബ്ലം ഒന്നുമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് എന്താ കണ്ടന്റ് എന്ന് നോക്കിയാൽ പോരെ. ഓക്കെ. ഇനി പേയ്മെന്റ് വൗച്ചർ എന്താ? ഞാൻ ഒരു സാധനം വാങ്ങി. ഓക്കെ. നിങ്ങൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഓക്കെ. ഇനി എന്ത് ചെയ്തു? എനിക്കൊരു ഗുഡ്സ് വിറ്റു. ഓക്കെ. എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസം ഓർമ്മ ഉണ്ടല്ലോ? എന്തായിരുന്നു ഫോർവേഡ് ചാർജും എന്തായിരുന്നു റിവേഴ്സ് ചാർജ്? ഫോർവേഡ് ചാർജിൽ ആരാ ടാക്സ് അടയ്ക്കുക? ആരാ ടാക്സ് അടയ്ക്കുക ഫോർവേഡ് ചാർജിൽ? ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഞാനൊരു ഗുഡ്സ് വാങ്ങി, സപ്ലയർ ആണല്ലോ, ഓർമ്മ ഉണ്ടല്ലോ. റിവേഴ്സ് ചാർജ് ആണെങ്കിൽ റെസിപ്പിയന്റ്. അപ്പൊ ഇത്ര ഉള്ളൂ. പേയ്മെന്റ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട ആള് സപ്ലയർക്ക് ഇഷ്യൂ ചെയ്യേണ്ട, ഓക്കെ, പേയ്മെന്റ് കിട്ടുന്ന സമയം ഇഷ്യൂ ചെയ്യേണ്ട സാധനം. ഇത്രേ ഉള്ളൂ. പറഞ്ഞുതരാം. ഇപ്പൊ അശ്വിൻ RCM ഗുഡ്സ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാണ്? RCM ഗുഡ്സ് അപർണയുടെ കയ്യിൽ നിന്ന് വാങ്ങാന്ന് വിചാരിക്കാം. അപർണയുടെ കയ്യിൽ നിന്ന് അശ്വിൻ RCM പ്രകാരമുള്ള ഗുഡ്സ് വാങ്ങാന്ന് വിചാരിക്കാം. അപ്പൊ ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം. ആരാ ടാക്സ് അടയ്ക്കേണ്ടത്? എവിടെ? ബാക്കിയുള്ളവരെവിടെ? എടോ റിപ്ലൈ ചെയ്. അശ്വിന് ടൈപ്പ് ചെയ്യാൻ മടിയായിട്ടാണോ? അശ്വിൻ അല്ലെ? FCM ആണെങ്കിൽ അപർണയാണ്. ഈ കേസിൽ അശ്വിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പൊ അശ്വിൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണല്ലോ. അശ്വിൻ എന്ത് ചെയ്യണം? അപർണയ്ക്ക് പേയ്മെന്റ് വൗച്ചർ കൊടുക്കണം. RCM പ്രകാരം ആണ് ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ പേയ്മെന്റ് വൗച്ചർ അശ്വിൻ അപർണയ്ക്ക് ഇഷ്യൂ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ കേസിലാണ് എന്ത്
പേയ്മെന്റ് വൗച്ചർ വരുന്നത്. റെസിപ്പിയന്റ് സപ്ലയർക്ക് RCM പ്രകാരം ഗുഡ്സ് വാങ്ങുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന വൗച്ചറിനെയാണ് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയാം. പേയ്മെന്റ് വൗച്ചർ ക്ലിയർ ആണ്? സെറ്റ് ആണ്? അതിലും കണ്ടൻസ് സെയിം ആണ്. ഓക്കെ, കണ്ടൻസ് അതിലും സെയിം ആണ്. എന്താണ് നെയിം അഡ്രസ് ഓഫ് ആൻഡ് GSTN ഓഫ് സപ്ലയർ കോൺസിക്യൂട്ടീവ് സീരിയൽ 16 നമ്പറിൽ കൂടുതൽ ആവാൻ പാടില്ല. ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, നെയിം അഡ്രസ് GSTN ഓർ UIN രജിസ്റ്റേർഡ് ആണെങ്കിൽ അത്, നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് വൗച്ചർ കിട്ടിയതിന്റെ നമ്പർ. ഓക്കെ, ഗുഡ്സിന്റെയും സർവീസിന്റെയും റെസിപ്റ്റ് വൗച്ചർ കിട്ടിയതിന്റെ നമ്പർ, നേരത്തെ റെസിപ്റ്റ് വൗച്ചർ കിട്ടിയതിന്റെ നമ്പർ, അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ നമ്പർ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, എമൗണ്ട് പെയ്ഡ്, റേറ്റ് ഓഫ് ടാക്സ്, എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ ഗുഡ്സ്, പ്ലേസ് ഓഫ് സപ്ലൈ, സൈൻ. ഇത്രയും കാര്യം. ഇനി റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ്. റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ പറഞ്ഞിരുന്നോ? എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ പറഞ്ഞിരുന്നോ? ഓർമ്മയുണ്ടോ? എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ലേ? ഒന്ന് ഓർമ്മ ഉണ്ടോ നോക്കിട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാം. നമുക്ക് ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ്? എന്റെ ടേൺ ഓവർ 20 ലക്ഷം കവർ ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ എന്തായി? രജിസ്റ്റർ ചെയ്യാൻ ലയബിളായി. എന്നിട്ട് ഞാൻ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർമ്മണ്ട രജിസ്ട്രേഷന്റെ കേസ്, എഫക്റ്റീവ് ടൈം ഓഫ് രജിസ്ട്രേഷൻ, എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഇപ്പൊ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഇങ്ങനെ സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കുമ്പോഴാണ് പ്രശ്നം അല്ലെ? കുഴപ്പമില്ല, ശരിയായിക്കോളും, പതുക്കെ ശരിയായിക്കോളും. കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോൾ റെഡിയാവും. ഓക്കെ, അപ്പൊ എന്താ, എന്റെ ടേൺ ഓവർ 20 ലക്ഷം കഴിഞ്ഞു. ഞാൻ 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ് എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ? 20 ലക്ഷം കഴിഞ്ഞ ദിവസമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലയബിൾ ആയ ദിവസമാണോ, അതോ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയ ദിവസമാണോ? എന്ന് മുതലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് കണക്കാക്കുക? എന്ന് മുതലാ? ലയബിൾ ആയ ഡേറ്റ് അല്ലേ? ലയബിൾ ആയ ഡേറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇനി 30 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്തില്ല, പിന്നീടാണെങ്കിലോ? ലയബിൾ ആയ ഡേറ്റ് ആണോ, അപ്ലൈ ചെയ്ത ഡേറ്റ് ആണോ, രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് ആണോ? ലയബിൾ ആയ ഡേറ്റ് ആണോ, അപ്ലൈ ചെയ്ത ഡേറ്റ് ആണോ, രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ് ആണോ? ഓർമ്മയുണ്ട്, മോശമല്ല, മിടുക്കരാണ് അല്ലേ? രജിസ്ട്രേഷൻ കിട്ടിയ ഡേറ്റ്. അപ്പൊ നേരത്തെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ? ഓക്കെ, ഇനി അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാന് 20 ലക്ഷം കഴിഞ്ഞപ്പോൾ രജിസ്റ്റേർഡ് ആയി തീരുമാനിച്ചു അല്ലെ? രജിസ്റ്റേർഡ് ആയിട്ട് കണക്കാക്കപ്പെട്ടു. ലയബിൾ ആയ ദിവസം മുതൽ ഞാൻ രജിസ്റ്റേർഡ് ആയി കണക്കാക്കപ്പെട്ടു. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ലയബിൾ ആയത് 10th ജനുവരിക്കാന്ന് വിചാരിച്ചോ. 10th ജനുവരിക്ക് ഞാൻ ലയബിൾ ആയി. ഓക്കെ, ഇനി 30th ജനുവരി ആണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ. ഇതിനിടയിൽ നടന്ന സപ്ലൈ ഞാൻ ടാക്സ് ഇൻവോയ്സ് ആയിരിക്കോ കൊടുത്തിട്ടുണ്ടാവുക? ആവോ? ആക്ച്വലി ഞാൻ രജിസ്റ്റേർഡ് അല്ലായിരുന്നല്ലോ, എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുക്കാൻ പറ്റുമോ?
പറ്റില്ലല്ലോ, രജിസ്റ്റർ ചെയ്ത ആൾക്കല്ലേ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലേ? മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? ഈ ജനുവരി 10 ഞാൻ ലയബിളായി. എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ജനുവരി 10 ആണെങ്കിലും എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത് 30 ജനുവരി ആണെങ്കിൽ ആ ടൈം ഗ്യാപ്പിൽ നടന്ന സപ്ലൈകൾക്കൊന്നും ഞാൻ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, അല്ലെ? ഞാൻ നോർമൽ രീതിയിൽ വിറ്റിട്ടുണ്ടാവും, ടാക്സ് ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ലാതിരിക്കാം. അപ്പോ ഞാൻ ഈ വിറ്റ സാധനങ്ങളൊക്കെ ആക്ച്വലി ടാക്സ് അടയ്ക്കേണ്ട ഗുഡ്സ് അല്ലേ? ഞാൻ 10 ജനുവരി മുതൽ രജിസ്റ്റേർഡ് ആക്കി കണക്കാക്കപ്പെടുമല്ലോ. അപ്പൊ ഞാൻ ആക്ച്വലി ടാക്സ് ഇൻവോയ്സ് അല്ല ഇഷ്യൂ ചെയ്തത് എങ്കിൽ ഞാൻ ആ ശരിക്കും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആ സമയത്ത് 10 ജനുവരി മുതൽ രജിസ്റ്റർ ആക്കി കണക്കാക്കപ്പെടുമെങ്കിൽ എന്റെ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ 10 ജനുവരി ആണെങ്കിൽ അന്ന് മുതൽ ഞാൻ ശരിക്കും ടാക്സ് ഇൻവോയ്സ് ആണല്ലോ ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെ? ആക്ച്വലി ചെയ്തിട്ടില്ല, ചെയ്യേണ്ടിയിരുന്നത് അതാണല്ലോ. അപ്പോ ആ ഗ്യാപ്പിൽ നടന്ന സപ്ലൈകൾക്കൊക്കെ ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സ്, ഞാൻ ഓൾറെഡി ഇഷ്യൂ ചെയ്ത, ഞാൻ ഓൾറെഡി കൊടുത്ത ബില്ല് ഞാൻ റിവൈസ് ചെയ്ത് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. ടാക്സ് അടക്കമുള്ള എമൗണ്ട് ഇട്ടിട്ട് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ പീരീഡിൽ നടക്കുന്ന കാര്യത്തിന് ഞാൻ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിനെയാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. ക്ലിയർ ആണ്? പക്ക സെറ്റ് ആണോ? അപ്പൊ നോക്കിക്കോ, ഇത്രേ ഉള്ളൂ. A registered person within 1 month from the date of issuance of certificate of registration. ഇത്രേ ഉള്ളൂ. എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം 1 മാസത്തിനുള്ളിലാണ് ഞാൻ അത് ഇഷ്യൂ ചെയ്യേണ്ടത്. അതും കൂടെ ആലോചിക്കുക കേട്ടോ. ഞാൻ രജിസ്റ്റർ ചെയ്തു, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ കേസിൽ 30 ജനുവരിയിലാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. അപ്പൊ ഈ 30 ജനുവരിയിൽ നിന്നും 1 മാസത്തിനുള്ളിലാണ് ഞാൻ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. 1 മാസം റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞ് 1 മാസമാണ്. 1 മാസം മൈൻഡിൽ സെറ്റ് ആക്കുക, 1 മാസം. റെഡി? അപ്പോ എന്നാണോ എനിക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. എഗെയിൻസ്റ്റ് ദ ഇൻവോയ്സ് ഓൾറെഡി ഇഷ്യൂഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഇൻവോയ്സുകൾക്ക് എന്ത് ചെയ്യുക? ഞാൻ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. എന്ന് മുതൽ? എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ till the date of issuance of registration certificate. നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റീവ് ഡേറ്റ് ടു RC കിട്ടിയ ഈ സമയം നടന്ന ഇൻവോയ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് നൽകണം. അതിനെയാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉറുദുവിലോ തമിഴിലോ അറബിയിലോ ഏതിലോ എഴുതി വെക്കാട്ടോ, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, ഇനി ഇതെന്താണ്? അടുത്തത് ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഒന്ന് റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് പറയണം. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ, നെയിം, അഡ്രസ്, GSTN ഓഫ് സപ്ലയർ, നാച്ചർ ഓഫ് ഡോക്യുമെന്റ്, പിന്നെ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡോക്യുമെന്റ്, രജിസ്ട്രേഷൻ, റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അയാളുടെ അഡ്രസ്, പിന്നെന്താ സീരിയൽ നമ്പർ, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ, സിഗ്നേച്ചർ. അത്രേ ഉള്ളൂ. ഓക്കെ, റെഡി അല്ലേ? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ഓക്കെ അല്ലേ? എടോ ഇതുവരെ ഓക്കെ ആണോ? ഏതെങ്കിലും ഇനി പറയേണ്ടതുണ്ടോ? ഓക്കെ, ഇനി എന്താ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സ്. ചില കേസുകളിലുള്ള ടാക്സ് ഇൻവോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആരായെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മ ഉണ്ടോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഓർമ്മ ഉണ്ടോ? ഞാൻ 2 വട്ടം പറഞ്ഞ കാര്യമാണ്, ഓർമ്മ ഉണ്ടോ?
ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്തായിരുന്നു? ഓർമ്മയില്ലേ? ഓർക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്തെങ്കിലും പറയടോ. മറന്നു? ആയിക്കോട്ടെ. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഇതൊക്കെ എവിടെയും കേട്ടിട്ടുണ്ടോ? അതെന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഞാൻ റോയൽറ്റി വാങ്ങിയിട്ട് ചെരുപ്പിൽ വയ്ക്കണമെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകണം എന്നൊക്കെ പറഞ്ഞ കാര്യം. ഞാനൊരു സിംഗിൾ ഇൻവോയ്സ് ആയിട്ട് വാങ്ങും, എന്നിട്ട് ഞാൻ അത് എന്റെ ഓരോരോ യൂണിറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നൽകും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നതല്ലേ? ആണല്ലോ. ഓർമ്മ ഉണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നോ? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞാൽ ഒരാളുടെ ഒരു ഓഫീസാണ്. അയാളുടെ പണി എന്താ? മൊത്തമായിട്ട് ഒരു ഇൻവോയ്സ് വാങ്ങും, എന്നിട്ട് അത് അതിലെ ക്രെഡിറ്റ് ഓരോരുത്തർക്കും അവരുടെ ടേൺ ഓവറിന്റെ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യും? വീതിച്ച് നൽകും. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഓർമ്മ വന്നോ? ഇനി പറയേണ്ടതുണ്ടോ? ചെറുതായി ഓർക്കുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നത്. ഫുള്ളായിട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പൊ ക്ലിയർ ആയോ? ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ തന്നെ, ഇപ്പൊ ഞാൻ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്റെ തന്നെ സെപ്പറേറ്റ് ഞാൻ എന്ത് ചെയ്യും? ഒരു ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യാം? ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ സർവീസസ്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സർവീസ് എനിക്ക് എന്റെ പേരിൽ മൊത്തമായിട്ട് വാങ്ങാം. എന്നിട്ട് ഇത് ഓരോരുത്തരും എത്ര എത്ര ഉപയോഗിച്ച് ഇത് വെച്ച് എത്ര ടേൺ ഓവർ നടത്തുന്നുണ്ട്, ഓക്കെ, അതാത് ടേൺ ഓവറിന്റെ പ്രൊപ്പോർഷനിൽ ഇത് വീതിച്ച് നൽകുന്ന ആളുകളെയാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻവോയ്സ് മേടിച്ചു കഴിഞ്ഞാൽ ഇത് അതാത് ആൾക്കാർക്ക് വീതിച്ച് നൽകണ്ടേ? ഇപ്പൊ അശ്വിന്, ആവണിക്ക്, അപർണയ്ക്ക്, അനശ്വരിക്ക് എല്ലാവർക്കും വീതിച്ച് നൽകണം എന്ന് വിചാരിച്ചോ? ഓക്കെ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ടേൺ ഓവർ ബേസിൽ വീതിച്ച് നൽകണം. അപ്പൊ നിങ്ങൾക്കൊരു ഡോക്യുമെന്റ് വേണ്ടേ? ഈ CGST, SGST, IGST വീതിച്ച് നൽകുന്നതിന് ഒരു ഡോക്യുമെന്റ് വേണ്ടേ? വേണ്ടേ? അതാണ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻവോയ്സ്, ISD ഇൻവോയ്സ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അത്രേ ഉള്ളൂടോ. ഓക്കെ. അത്രേ ഉള്ളൂ സാധനം. ഇനി മറക്കോ? ബാറ്റ്മാന്റെ ലോഗോ ആലോചിച്ചാൽ മതി. ചെരുപ്പ്, ബാറ്റ്മാന്റെ ലോഗോ. ഓക്കെ. ഓക്കെ. ഇനി an input service distributor or an input service distributor credit note, invoice ആവാം, credit note ആവാം, issued by the input service distributor shall contain the following details. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ? നെയിം, അഡ്രസ് ആൻഡ് GSTN ഓഫ് ഇൻവോയ്സ് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. അതിലും 16 ഡിജിറ്റിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അതിന്റെ ഡേറ്റ്, റെസിപ്പിയന്റിന്റെ GSTN നമ്പർ, എത്രയാണ് ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, സൈന്. അത്രയും മതി. ഇതിൽ ക്രെഡിറ്റ് മാത്രമല്ലേ ഉള്ളൂ, വാല്യൂ ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് IGST, CGST, SGST, UTGST വീതിച്ച് നൽകാൻ മാത്രമല്ലേ ഞാൻ എന്ത് ചെയ്യുന്നത്? ISD ഇൻവോയ്സ് തരുന്നത്. അപ്പൊ അതിൽ വാല്യൂ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് മാത്രം മതി, അതുള്ളൂ വ്യത്യാസം. അപ്പൊ റേറ്റ് ഓഫ് ടാക്സ് ആവശ്യമില്ല, വാല്യൂ ആവശ്യമില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആകുമ്പോൾ എന്തൊക്കെ മാറ്റം വരാം? ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും കണ്ടന്റ്? അതില് ഡെലിവറി ചലാൻ ഉണ്ടാവാം, ഡേറ്റ് ആൻഡ് നമ്പർ ഓഫ് ഡെലിവറി ചലാൻ. ഡെലിവറി ചലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോബ് വർക്കിനൊക്കെ അയക്കുന്നതാണ്. എന്താ പറയാ, ജോബ് വർക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഒരാളുടെ ഗുഡ്സിന് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അപ്പറും ഇപ്പൊ ചെരുപ്പിന്റെ വള്ളിയും അടിയിലെ സാധനമില്ലേ, ഇത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതൊക്കെ ജോബ് വർക്കിൽ പെടും. അപ്പൊ അങ്ങനെ അതിനെ അയക്കുന്നതിനാണ് ഡെലിവറി ചലാൻ എന്ന് പറയാം.
അപ്പോ ഗുഡ്സ് അയക്കുകയാണെങ്കിൽ ഡെലിവറി ചലാൻ ഉണ്ടാവാം, പിന്നെ കൺസൈനർ, കൺസൈനി, HSN, ക്വാണ്ടിറ്റി, ടാക്സ് വാല്യൂ, ടാക്സ് റേറ്റ്, പ്ലേസ് ഓഫ് സപ്ലൈ, സൈൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് കണ്ടൻസ് വായിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി GSTയിലെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഇത്രയും മനസ്സിലാക്കുക. ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതായിരിക്കുമല്ലോ എന്തായാലും കൂടുതൽ, അല്ലെ? ഗവൺമെന്റ്, ഇപ്പൊ ഞാനാണ് ഗവൺമെന്റ്, ഞാനാണ് നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള റേറ്റ് കൂടുതലിടോ എനിക്ക് കിട്ടാനുള്ള റേറ്റ് കൂടുതലിടോ? എനിക്ക് കിട്ടാനുള്ളതല്ലേ, ഞാനല്ലേ ഗവൺമെന്റ്. ഗവൺമെന്റിന് കിട്ടാനുള്ളത് അല്ലെ? ആണല്ലോ. അശ്വിൻ പിന്നെ ദാനശീലനായതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കാത്തേ അല്ലേ അശ്വിനെ? അങ്ങനെയാണോ? അപ്പോ അങ്ങനെയല്ല, അപ്പൊ ദാനശീലനല്ല, കുഴപ്പമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. നീ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഈ ടൈപ്പ് ചെയ്തതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സാറ് തരാൻ എന്നാ വന്നത്, അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ളതായില്ലേ, എനിക്ക് കിട്ടാനുള്ളത് നല്ലല്ലോ പറഞ്ഞു. കുഴപ്പമില്ല, ഉദ്ദേശിച്ചതാണെങ്കിൽ ഓക്കെ. ഇനി എന്താ പറഞ്ഞേ? അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഗവൺമെന്റിന് കിട്ടാനുള്ളത് റേറ്റ് കൂടുതലായിരിക്കും, ഗവൺമെന്റ് ഇങ്ങോട്ട് തരാനുള്ളത് റേറ്റ് കുറവായിരിക്കും. ഓക്കെ, അത്രേ ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് സെക്ഷനിലോട്ട് കിടക്കാം. എന്താണ്? ഒന്ന്, ഇൻട്രസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് അപ്ലിക്കബിലിറ്റി, എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്? അപ്പൊ 50 സബ്സെക്ഷൻ 1 എന്ത് പറഞ്ഞു? എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫറെന്റ് പ്രൊവിഷൻസ് അണ്ടർ GST ഫെയിൽസ് ടു പേ ടാക്സ് ടു ദ ഗവൺമെന്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്. എന്ത്? ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ ടാക്സ് സമയത്ത് അടച്ചില്ല. ഡിലേ ആയി എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടൈം ഓഫ് സപ്ലൈ പഠിച്ചില്ലേ? അപ്പൊ ആ മാസം ടാക്സ് അടയ്ക്കണല്ലോ, വേണ്ടേ? അല്ലേ? അപ്പോ ആ മാസം ടാക്സ് അടച്ചില്ല, നമ്മൾ ഡിലേ ആണ്, ടാക്സ് അടയ്ക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ 18% പെർ ആനം, 18% ഒരു കൊല്ലത്തേക്ക് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഓക്കെ, എത്ര ഡേയ്സ് ആണോ അത്രയും. അപ്പൊ 18% പെർ ആനമാണ് റേറ്റ് വരിക. ഓക്കെ, അടയ്ക്കേണ്ടത് അടച്ചില്ല, ഡിലേ വന്നു, അപ്പൊ 18%. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി 50 സബ്സെക്ഷൻ 3 എന്താണ്? ഞാൻ ആക്ച്വലി അടയ്ക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സസ് ആയിട്ട് ക്രെഡിറ്റ് കാണിച്ചിട്ടുണ്ട്. ഞാൻ അടയ്ക്കേണ്ട തുക ആക്ച്വലി എന്ത് ചെയ്തില്ല? അടച്ചില്ല, ഞാൻ സപ്രസ് ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വം എന്ത് ചെയ്തു? ഞാൻ വാല്യൂ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു, അല്ലെങ്കിൽ എനിക്ക് ITC കൂടുതൽ ഉള്ളതായിട്ട് ഞാൻ കാണിച്ചു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഗവൺമെന്റിന് കിട്ടാനുള്ള ഇൻകം കുറയും, അല്ലേ? അല്ലേ? ആണല്ലോ. ITC കൂടുതൽ കാണിക്കുക, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് കുറച്ച് കാണിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് വരിക 24%. ഓക്കെ, 24%, കുറച്ചും കൂടെ കൂടും, കാരണം നമ്മൾ മനഃപൂർവ്വം ചെയ്താണല്ലോ. അപ്പോ എ ടാക്സബിൾ പേഴ്സൺ ഹു മേക്സ് ആൻ അൺഡ്യൂ ഓർ എക്സസ് ക്രെഡിറ്റ് ഓഫ് ITC കിട്ടാനില്ലാത്തതും അല്ലെങ്കിൽ കൂടുതലായി കാണിച്ചു കഴിഞ്ഞാലും, അതേപോലെ തന്നെ അൺഡ്യൂ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് കുറച്ച് കാണിച്ചു കഴിഞ്ഞാലും ഗവൺമെന്റിന് കിട്ടാനുള്ള ഇൻകം കിട്ടില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ശതമാനം അടയ്ക്കണം? 24% അടയ്ക്കണം. 18 നേരെ 6% കൂടെ കൂടി. ഓക്കെ, 24% അടയ്ക്കണം. ക്ലിയർ ആണല്ലോ?
മറക്കുവോ? മറക്കരുത് കേട്ടോ. ഇനി 54 സബ്സെക്ഷൻ 12 എന്താണ്? A taxable person who makes an undue or excess credit. ഇതെന്താ? ഇത് തെറ്റി കൊടുത്തതാ കേട്ടോ. ഇങ്ങനെയില്ലേ? ഇത് വെട്ടേക്ക്. വെട്ടിയില്ലേ? ഈ മുകളത്തെ സാധനം തന്നെ താഴോട്ട് പറഞ്ഞതാ. ഓക്കെ, ഇങ്ങനെ ഒരു പെർസെന്റേജ് ഇല്ല. ആകെ 18ഉം 24ഉം 6ഉം 9ഉം ഉള്ളൂ. ഇനി 56ൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? If any tax ordered to be refunded is not refunded within 60 days of the refund application made by the taxpayer, interest will be paid by the government. എന്ത്? എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്, എനിക്ക് റീഫണ്ട് കിട്ടണം. അങ്ങനെ ഞാൻ റീഫണ്ട് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ അങ്ങോട്ട് അടയ്ക്കാനുള്ളത് എന്ന് മുതലാണോ അടയ്ക്കേണ്ടത് അന്ന് മുതലുള്ളത് അടയ്ക്കണം. ഓക്കെ, ഇങ്ങോട്ട് കിട്ടാനുള്ളത് 60 ദിവസം കഴിഞ്ഞിട്ടുള്ളത് മുതലേ നമുക്ക് ഇൻട്രസ്റ്റ് തരുള്ളൂ. ഒന്ന്, ഗവൺമെന്റ് എന്ത് ചെയ്തു? അങ്ങോട്ട് കിട്ടാനുള്ളത് ഏത് മാസം അടയ്ക്കണോ ആ അടയ്ക്കേണ്ട ദിവസം മുതൽ എത്ര ദിവസം അടച്ചിട്ടില്ല അതിന് 18ഉം 24ഉം ആയിട്ട് കണ്ടു. ഇങ്ങോട്ട് തരാനുള്ളതാണല്ലോ റീഫണ്ട്, അല്ലെ? റീഫണ്ട് അപ്പോ 60 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ പിന്നീട് അങ്ങോട്ട് 6% വെച്ച് തരും. ഓക്കെ, 6ആണ് റീഫണ്ടിന്റെ കേസിൽ 6. റീഫണ്ട് തന്നെയാണ് 6ഉം 9ഉം വരുന്നത്. 9ന്റെ പറയാം. അപ്പോ ഇഫ് ദ ടാക്സ് ഓർഡർഡ് ടു ബി റീഫണ്ടഡ്, റീഫണ്ടിന് നമ്മൾ അപേക്ഷിച്ചു, അത് 60 ദിവസത്തിനുള്ളിൽ റീഫണ്ട് തന്നിട്ടില്ല എങ്കിൽ ഇൻട്രസ്റ്റ് 6% അടയ്ക്കണം. ഓക്കെ, അപ്പൊ 18 പഠിച്ചു, 24 പഠിച്ചു. ഇത് രണ്ടും ഗവൺമെന്റിന് അങ്ങോട്ട് കൊടുക്കാനുള്ളത്, 6ഉം 9ഉം ഇങ്ങോട്ട് കിട്ടാനുള്ളത്. അപ്പോ ഇനി 9ന്റെ കേസ് എന്താന്നുള്ളതാണ്. വേർ എനി ക്ലെയിം ഓഫ് റീഫണ്ട് അറൈസസ് ഫ്രം ആൻ അപ്പലറ്റ് ഓർഡർ ആൻഡ് ദ സെയിം ഈസ് നോട്ട് റീഫണ്ടഡ്. ഒരു എന്ത് പറയാ, നമ്മളൊരു ഫൈനൽ തീരുമാനം, അപ്പലറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാനുള്ള അധികാരമുള്ള ആൾക്കാർ. അപ്പോൾ ഒരു അപ്പലറ്റ് ഓർഡർ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫൈനൽ തീരുമാനമായി, റീഫണ്ട് തരാനുള്ള തീരുമാനമായി. എന്നിട്ട് അത് 60 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ, ഓക്കെ, എന്നിട്ട് അത് അപ്പലറ്റ് ഓർഡർ ആണ്. അപ്പലറ്റ് ഓർഡർ ശ്രദ്ധിച്ചാൽ മതി. അപ്പലറ്റ് ഓർഡർ ഉണ്ടെങ്കിൽ ആ കേസിൽ 60 ദിവസത്തിനുള്ളിൽ എന്താ പറയാ, അപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിട്ടില്ല, 60 ദിവസത്തിനുള്ളിൽ റീഫണ്ട് തന്നിട്ടില്ല എങ്കിൽ ഗവൺമെന്റ് ഈ എക്സ്പയറി 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 9% ഇൻട്രസ്റ്റ് വെച്ച് തരണം. അപ്പൊ 18, 24, 6, 9. 18 നോർമൽ നമ്മൾ അടയ്ക്കേണ്ടത് അടച്ചില്ല. 24 നമ്മൾ ഫ്രോഡ് കാണിച്ചു. എന്ത് പറഞ്ഞു? നമ്മൾ എക്സസ് ITC ക്ലെയിം ചെയ്തു, അല്ലെങ്കിൽ കിട്ടേണ്ടാത്ത ITC ക്ലെയിം ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ടാക്സ് കുറച്ച് കാണിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്ര? 24. ഇനി റീഫണ്ട് നോർമലി ഞാൻ അപേക്ഷിച്ചു, 60 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ 6%. ഇനി അപ്പലറ്റ് അതോറിറ്റി തീരുമാനിച്ചു, അപ്പലറ്റ് ഓർഡർ വന്നു. അങ്ങനെ അപ്പലറ്റ് ഓർഡർ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് റീഫണ്ട് 60 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ ആ കേസിൽ മാത്രം 9%. ഫിക്സ് ചെയ്തോ? 18, 24, 6, 9. റെഡി? ഓക്കെ ആണോ? ഇനി പ്രൊവിഷൻ റിലേറ്റിംഗ് ടു collection of tax and its indication in invoice. Unauthorized collection of tax. ഒരു പേഴ്സൺ രജിസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെന്താ, വാല്യൂ ഒക്കെ കാണിക്കും. ബ്രേക്കോ? അതെന്തിനാടാ?
ഇപ്പൊ തന്നെ ബ്രേക്ക് വേണോ? എന്നാ ബ്രേക്ക് എടുത്തു പോവാ. ഒരു 5 മിനിറ്റ്സ് കറക്റ്റ് സമയത്ത് എത്തുമെങ്കിൽ ബ്രേക്ക് എടുത്തോ. എക്സാക്ട് 5 മിനിറ്റ്സ്. ഇപ്പൊ 19:52 57 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. ഇനി ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലോ. എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? എപ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? എപ്പോഴാടാ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക? വാല്യൂ കൂടുമ്പോഴോ കുറയുമ്പോഴോ? വാല്യൂ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം? ഒന്ന് സെയിൽസ് റിട്ടേൺ. ഓക്കെ അനശ്വര ഓക്കെ ആണ്. പിന്നെ സെയിൽസ് റിട്ടേൺ ആവാം, അല്ലെങ്കിൽ സെയിൽസ് റിട്ടേണോ ഡാമേജോ ഒക്കെ ആവാം. ഓക്കെ സമ്മതിച്ചു. പിന്നെ പിന്നെപ്പോഴാ ഞാൻ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു സാധനം വിറ്റു, നിങ്ങൾക്ക് ഒരു 10 രൂപ ഡിസ്കൗണ്ട് തരണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇഷ്യൂ ചെയ്യാ? എടോ നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലേ വാല്യൂ കൂട്ടണോ കുറയ്ക്കണോ? ഓർമ്മണ്ടോ? സെയിൽസ് റിട്ടേൺ മാത്രമേ ഉള്ളൂ? ആണോ? എടാ ഞാൻ ഒരു 100 രൂപയുടെ ഗുഡ്സ് ഞാൻ നിങ്ങൾക്ക് വിറ്റു, 100 രൂപയുടെ ഗുഡ്സ് ഞാൻ വിറ്റു, അതിന് 5% GST എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ 105 നിങ്ങളുടെ കയ്യിൽ നിന്ന് ടോട്ടൽ കളക്ട് ചെയ്തു. എനിക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരണം. ഓക്കെ, ഞാൻ 10 രൂപ വാല്യൂ കുറച്ചു. അപ്പൊ ഒന്നുകിൽ വാല്യൂ കുറയ്ക്കാനോ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തത് 18%, അത് എന്ത് ചെയ്തു 5% ടാക്സ് റേറ്റ് എന്ന് വിചാരിച്ചോ. അപ്പൊ ടാക്സ് റേറ്റ് മാറ്റണം, ടാക്സ് റേറ്റ് കുറയ്ക്കണം. അപ്പോഴും ഞാൻ എന്തായിരിക്കും ഇഷ്യൂ ചെയ്യുക? ഇത്രയും മനസ്സിലാക്കുക. വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് ക്രെഡിറ്റ് നോട്ട്, വാല്യൂ കൂട്ടാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സാധനമാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, ഇത് കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് ശരിക്കും തിയറിറ്റിക്കലി പറയുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാമെന്ന്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്, വാല്യൂ കൂട്ടാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അപ്പൊ നോക്കിക്കോ ഓരോ കേസ്. ക്രെഡിറ്റ് നോട്ട്. എ ക്രെഡിറ്റ് നോട്ട് മേ ബി ഇഷ്യൂഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. where a tax invoice has been issued for supply of any goods or services. ഒരു ടാക്സ് ഇൻവോയ്സ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലേ ക്രെഡിറ്റ് നോട്ട്. പുതിയത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ വാല്യൂ ഇൻവോയ്സ് തന്നെ കുറച്ച് കൊടുത്താൽ പോരെ? 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 നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തതിനല്ലേ ക്രെഡിറ്റ് നോട്ട് ഡെബിറ്റ് നോട്ട്. അല്ലാത്തത് ഡിസ്കൗണ്ട് ടാക്സ് ഇൻവോയ്സിൽ കാണിച്ചാൽ പോരോ, നെറ്റ് വാല്യൂ കൊടുത്താൽ പോരെ? അപ്പൊ എന്ത് ചെയ്തു? ഓൾറെഡി ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. എന്തിന്? ഒരു ഗുഡ്സോ സർവീസോ എന്തെങ്കിലും സപ്ലൈ ചെയ്തു. ആൻഡ് ദ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ്, ടാക്സ് വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജിലോ എന്ത് ചെയ്തു? ആ ഇൻവോയ്സിലുള്ളത് ടാക്സബിൾ വാല്യൂ, ശരിക്കുള്ള
ടാക്സ് വാല്യൂ അല്ലെങ്കിൽ ടാക്സ് പേയബിളിനേക്കാൾ കൂടുതലാണെന്ന് കണ്ടു. ഓക്കെ, ആക്ച്വലി എത്രയാണോ ടാക്സ് ചാർജ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എത്രയാണോ വാല്യൂ കളക്ട് ചെയ്യേണ്ടിയിരുന്നത് അതിനേക്കാൾ കൂടുതലാണ് ഞാൻ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഇൻവോയ്സ് എങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? കുറയ്ക്കണ്ടേ? അല്ലെ? ആക്ച്വലി ഞാൻ കളക്ട് ചെയ്യേണ്ട ടാക്സിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്താലും വാല്യൂവിനേക്കാൾ കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ വാല്യൂ നിങ്ങൾക്ക് കുറച്ച് തരണമല്ലോ. അപ്പൊ അതിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ക്രെഡിറ്റ് നോട്ട്. ഒന്ന്. ഓക്കെ. രണ്ട്, where the goods supplied are returned by the recipient. എന്ത്? നമ്മളെ സെയിൽസ് റിട്ടേൺ, ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ ദ റെസിപ്പിയന്റ്. അല്ലെങ്കിൽ ഇത് ഡിഫക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചില കേസിലില്ലേ, ഇപ്പൊ ഇബേ എന്നൊക്കെ സാധനം വാങ്ങിയാൽ മനസ്സിലാവും. ഇബേ കുറെ മുമ്പ് ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും ഇല്ല ഇബേ. eBay.in അതിനൊക്കെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ തല്ലിപ്പുളി ആയിരിക്കും. ഓക്കെ, അപ്പോ ആ സാധനം നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ അയക്കാതെ തന്നെ അതിന്റെ ഫണ്ട് ക്ലെയിം ചെയ്യാം, അവർ പൈസ ഇട്ടേരും ചെയ്യും. ഓക്കെ, അങ്ങനത്തെ കേസസ്. ഞാൻ പറഞ്ഞത് ഡിഫക്റ്റ് ആണെങ്കിൽ ആ ഡിഫക്റ്റിന്റെ പോർഷന് മാത്രം എന്ത് ചെയ്യാം? ചിലരെന്ത് ചെയ്യും? ആ സാധനം തിരിച്ചയക്കേണ്ട, അവിടെ വെച്ചോ എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് തരും. ചിലർ പറയും ഡിമാൻഡ് ചെയ്യും തിരിച്ചു തരാൻ. സെയിൽസ് റിട്ടേൺ ആവാം, അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആവാം. എന്താ പറയാ, ഡിഫക്റ്റ് ഉള്ള ഗുഡ്സ് ആയിരിക്കാം. ക്ലിയർ ആണല്ലോ? ഈ രണ്ട് കേസിലും രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഓക്കെ ആണോ? നിങ്ങൾ ആക്റ്റീവ് ആവട്ടോ, നിങ്ങൾ എനർജി ഇല്ലെങ്കിൽ. ഇനി എന്താണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ട സമയം, സമയപരിധി? നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എന്തെങ്കിലും സമയപരിധി ഉണ്ടായിരുന്നോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് എന്തെങ്കിലും സമയപരിധി ഉണ്ടായിരുന്നോ? ഒരു ഇൻവോയ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? ഏത് മാസത്തെ റിട്ടേൺ ആയിരുന്നു? ഏത് മാസത്തെ റിട്ടേൺ? ഈ കൊല്ലത്തെ ഒരു ടാക്സ് ഇൻവോയ്സിന് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറഞ്ഞത് ഇത് രണ്ടെണ്ണത്തിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നോ? സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതോ ഏതാണോ ആദ്യം, അല്ലെ? സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ നോർമലി ഒക്ടോബർ 20 ആണ് സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം. അപ്പൊ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ സമയം ഫയൽ ചെയ്യുന്നതോ ഏതാണോ ആദ്യം അതാണ് നമ്മളൊരു ഇൻപുട്ട് ടാക്സ്, ഒരു ഇൻവോയ്സിന് മുകളിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള അവസാന സമയം. അതേപോലെ തന്നെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണമെങ്കിലും ഇതേ സമയം അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഒരു ഇൻവോയ്സുമായി ബന്ധപ്പെട്ടിട്ട് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാനുമുള്ള സമയം എന്ന് പറയുന്നത് ഈ കൊല്ലം നമുക്ക് കിട്ടിയ ഒരു ഇൻവോയ്സ് ആണെങ്കിൽ, നമ്മൾ ഇഷ്യൂ ചെയ്ത ഒരു ഇൻവോയ്സ് ആണെങ്കിൽ, ITCയുടെ കേസിൽ കിട്ടിയത്, ഇൻവോയ്സിന്റെ കേസിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യാനുള്ള സമയം. അപ്പോ ഏതാണ്? അടുത്ത കൊല്ലം സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമോ അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയമോ, വിച്ചെവർ ഈസ് ഏർലിയർ. ഓക്കെ ആണോ? ഓർമ്മല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. ആനുവൽ റിട്ടേണിന്റെ അവസാന ദിവസം ഏതായിരുന്നു? ലാസ്റ്റ് ഡേറ്റ്. ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസാന തീയതി
ഓർമ്മ ഉണ്ടോ? ഡിസംബർ 31 അല്ലെ? ഡിസംബർ 31 ആണല്ലോ. അപ്പൊ ഡിസംബർ 31 മുമ്പേ വേണമെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പൊ ആനുവൽ റിട്ടേൺ ആണ് ആദ്യം ഫയൽ ചെയ്യുന്നതെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു എന്നൊരു അർത്ഥമാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അതേപോലെ ക്രെഡിറ്റ് നോട്ടും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത്രയും മനസ്സിലാക്കുക. ഓക്കെ. അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം വരെയാണ് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുക, എനിക്ക് ഒരു ITC ക്ലെയിം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. ക്ലിയർ? സത്യോ? റെഡി അല്ലേ? മാർക്ക് ചെയ്തോ. ക്രെഡിറ്റ് നോട്ട്. Any registered person who issues credit note in relation to supply of goods shall return. എന്താ പറയാ? However, credit note cannot be issued later than ഏത് സമയത്തിനുള്ളിൽ? September following the end of financial year in which supply was made or date of furnishing relevant annual return, whichever is earlier. മാർക്ക് ചെയ്തല്ലോ. ടാക്സ് ലയബിലിറ്റി ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? ഇനി ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് ഇപ്പൊ പറഞ്ഞത് തന്നെ എന്താണ്? എ ഡെബിറ്റ് നോട്ട് മേ ബി ഇഷ്യൂഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. എന്താണ്? ഇൻവോയ്സ് വാല്യൂ അല്ലെങ്കിൽ ടാക്സ് ചാർജ്. നമ്മൾ ഓൾറെഡി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു ഗുഡ്സിനോ സർവീസിനോ. ടാക്സബിൾ വാല്യൂ ടാക്സ് ചാർജോ ലെസ് ദാൻ ആക്ച്വൽ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സ് പേബിൾ. ആക്ച്വലി നമ്മൾ ഇഷ്യൂ ചെയ്ത ഇൻവോയ്സിനേക്കാൾ കുറവാണ്, സോറി, ആക്ച്വലി ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നതിനേക്കാൾ കുറവാണ് എന്ത് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പൊ വാല്യൂ എന്ത് ചെയ്യണം? വാല്യൂ എന്ത് ചെയ്യണം? ആക്ച്വലി 110 ആയിരുന്നു ചാർജ് ചെയ്യേണ്ടിയിരുന്നത്, 100 ഇഷ്യൂ ചെയ്തത്. 100ന്റെ ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ വാല്യൂ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ അതിന് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ബേസിക് ഫീച്ചേഴ്സ് ഓഫ് GST റിട്ടേൺ മെക്കാനിസം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഇലക്ട്രോണിക് ഫയലിംഗ്, ഇൻവോയ്സ് ലെവല്, പിന്നെ എന്ത് ചെയ്യും? ഓട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതാണ്. സപ്ലയർ ആദ്യം ഔട്ട്വാർഡ് സപ്ലൈ ഫയൽ ചെയ്യും. അപ്പോൾ മറ്റാളുടെ റെസിപ്പിയന്റിൽ എന്തായിരിക്കും? ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് ഇൻവാർഡ് സപ്ലൈ വരും. ഓക്കെ, ഇൻവാർഡ് സപ്ലൈ വരും. എന്നിട്ട് ഈ ഇൻവാർഡ് സപ്ലൈ എന്ത് ചെയ്യും? ക്ലിയർ ചെയ്തിട്ട് എല്ലാം ശരിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? GSTR 2 ഫയൽ ചെയ്യും. 1 ആണ് ഔട്ട്വാർഡ് സപ്ലൈ, 2 ആണ് ഇൻവാർഡ് സപ്ലൈ. 3 എന്തായിരുന്നു? മന്ത്ലി റിട്ടേൺ. ഔട്ട്വാർഡ് മൈനസ് ഇൻവാർഡ് നമ്മൾ നെറ്റ് ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ് എന്ത്? 3. ഓക്കെ, ഒരു റെഗുലർ ടാക്സ് പെയർ ഒന്നുകിൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, പിന്നെ ഒരു ആനുവൽ റിട്ടേൺ. ഓക്കെ, മുമ്പ് മാസം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിയിരുന്നു, ഒരു റിട്ടേൺ അല്ല. GST വന്നതുകൊണ്ട് കുറെ റിട്ടേൺ കംപ്ലൈൻസ് കുറവാട്ടോ. മുമ്പ് നമ്മൾ വാറ്റിന് ഒരു റിട്ടേൺ ഫയൽ ചെയ്യണം, CSTക്ക് മറ്റൊരു റിട്ടേൺ ഫയൽ ചെയ്യണം, സർവീസ് ടാക്സിന് മറ്റൊരു റിട്ടേൺ ഫയൽ ചെയ്യണം. അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് റിട്ടേൺ ആയിരുന്നു. ഇപ്പൊ കുറെ കംപ്ലൈൻസ് കുറവാണ്. ഓക്കെ, പരിപാടി എളുപ്പാന്നർത്ഥം. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയയാണ്. പിന്നെ റിട്ടേൺസ് ഫയൽ ചെയ്യുക GST പോർട്ടലാണ്, GSTN പോർട്ടല്, അല്ലെങ്കിൽ ഓഫ്ലൈൻ യൂട്ടിലിറ്റീസ് ഉപയോഗിക്കാം.
സുവിധ പ്രൊവൈഡേഴ്സ് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒക്കെ ഓർമ്മ ഉണ്ടോ? എടോ നമ്മൾ ആ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ എല്ലാരും? വായിച്ചു നോക്കിയിരുന്നോ? ഈ ഡേറ്റ് ആലോചിച്ച് വെക്കാം. ഓക്കെ, ഡേറ്റ് ആലോചിച്ച് വെക്കാം. ഞാൻ ഒന്നും കൂടെ ഓർമ്മിക്കാൻ വേണ്ടി പറയാണ്. 1 ഔട്ട്വേർഡ് സപ്ലൈ 10-ാം തീയതി, 2 ഇൻവേർഡ് സപ്ലൈ 15-ാം തീയതി, 3 മന്ത്ലി റിട്ടേൺ 20-ാം തീയതി, 4 ക്വാർട്ടർലി റിട്ടേൺ കോമ്പോസിഷൻ ആൾക്കാർക്ക് 18-ാം തീയതി, 5 നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ 20-ാം തീയതി, 6 ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഏതായിരുന്നു 13-ാം തീയതി, 7, 8 ടി ഡി എസ് ടി സി എസ് രണ്ടും 10-ാം തീയതി. ഓക്കെ, 9 ഏതായിരുന്നു ആനുവൽ റിട്ടേൺ, 9C റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, 10 ഫൈനൽ റിട്ടേൺ അല്ലെ? ഇത്രയല്ലേ ഉള്ളൂ. 9 വരുന്നത് ആനുവൽ റിട്ടേൺ, പിന്നെ 10 വരുന്നത് ഫൈനൽ റിട്ടേൺ. ഫൈനൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുമ്പോൾ. ഇത്രയും കേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഒന്നും കൂടെ ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഡേറ്റ്സ് ആലോചിക്കുക. 1 10 ആദ്യം നമ്മൾ ഔട്ട്വേർഡ് ചെയ്യുന്നു, 2 നമ്മൾ ഇൻവേർഡ് ചെയ്യുന്നു, അപ്പൊ അത് 15. പിന്നെ ഇത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് 3 ചെയ്യുന്നു, അപ്പൊ അത് 20. ഓക്കെ, കോമ്പോസിഷൻ ആണെങ്കിൽ ഇതെന്തായി 4 ആണ്, അവിടെ 18. ക്വാർട്ടേർലി ആണ് ചെയ്യുക. പിന്നെ 5 ഏതാ നോൺ റെസിഡന്റ് ടാക്സ് പെയർ, 6 ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, 7, 8 ടി ഡി എസ് ടി സി എസ് ഇ കൊമേഴ്സ്, 7 ടി ഡി എസ് ഗവൺമെന്റ് ഏജൻസി പബ്ലിക് അതോറിറ്റി ചെയ്യേണ്ടത്, പിന്നെ 9 ആനുവൽ റിട്ടേൺ, 10 ഫൈനൽ റിട്ടേൺ. അത്രയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ GST 3 ഇപ്പൊ നിലവിലില്ല. ഓക്കെ, ആക്ച്വലി GSTR 3 ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ കറന്റ്ലി റണ്ണിങ് GSTR 3B ആണ്. ഓക്കെ, 3B അത് ഫയൽ ചെയ്യേണ്ടത് 20th ആണ്. അത്രയും മനസ്സിലാക്കുക. ഇത്രയും മതിയായ ഏരിയയിൽ ആകെ അത്ര പഠിച്ചാൽ മതി. ഓക്കെ, റെഡി അല്ലേ? പിന്നെ വന്നിട്ട് മാച്ചിങ് റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എന്താണ്? നമ്മൾ ഒരാളുടെ ഔട്ട്പുട്ട് മാച്ചിങ് റിവേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഔട്ട്വേർഡ് ഫയൽ ചെയ്തു, നിങ്ങൾക്കത് ഇൻവേർഡ് ആണ്. അപ്പൊ ഇത് തമ്മിൽ മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യാത്ത പക്ഷം അത് ക്ലിയർ ചെയ്യണം, അത് റിവേഴ്സ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അത് റീക്ലെയിം ചെയ്യണം. അത്രേ ഉള്ളൂ. ആ ഏരിയ ഒന്നും അധികം ചോദ്യം വരാറില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. GST MIS 1 ആണ്. എന്തെങ്കിലും എക്സ്ട്രാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ടിഫൈ ചെയ്യുക GST MIS 1ഉം MIS 2ഉം. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം. വേണോ? ഇത്ര ഉള്ളൂടാ. ഇൻവാർഡ് സപ്ലൈ റെസിപ്പിയന്റിന്റെ ഇൻവാർഡ് സപ്ലൈ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. എന്തുമായിട്ട്? നമ്മളെ സപ്ലയറുടെ ഔട്ട്വാർഡ് സപ്ലൈ, അതുപോലെ തന്നെ IGST ഇമ്പോർട്ടിന്റെ കേസിൽ നമ്മൾ അടച്ചിട്ടുള്ള IGST, പിന്നെ ഡ്യൂപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഈ കാര്യങ്ങളാണ് മാച്ചിങ് എന്ന് പറയാം. ഇങ്ങനെ മാച്ച് ആയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അത് റെസിപ്പിയന്റിന് GST MIS 1ലും സപ്ലയറിന് GST MIS 2ലും ഈ കമ്മ്യൂണിക്കേഷൻ പോകും. ഓക്കെ, റെസിപ്പിയന്റിന് GST MIS 1ലും സപ്ലയറിന് GST MIS 2ലും കമ്മ്യൂണിക്കേഷൻ പോകും. ക്ലിയർ? ഒരു മിനിറ്റ് ഇടാം. ഓക്കെ, അപ്പൊ റെസിപ്പിയന്റിന് GST MIS 1ലും സപ്ലയറിന് GST MIS 2ലും പോകും. ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ ഈ ഏരിയ. ഈ ഏരിയ ഒന്നും അധികം ചോദ്യം വരാറില്ല കേട്ടോ. ഓക്കെ,
കേൾക്കുന്നുണ്ടോ? മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും? എല്ലാ ഔട്ട്വാർഡ്, എല്ലാ പേയ്മെന്റിന്റെയും ഡീറ്റെയിൽസ്, എല്ലാ ലയബിലിറ്റീസും അതിലുണ്ടാവും. ഓക്കെ, ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. എല്ലാവിധ ഔട്ട്വാർഡ് ലയബിലിറ്റി എന്തിലുണ്ടാവും? നമ്മൾ എങ്ങനെയൊക്കെ അടയ്ക്കണം, ടാക്സ് ആയിട്ടാണെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടാണെങ്കിലും ലയബിലിറ്റി ആയിട്ടാണെങ്കിലും TDS അടയ്ക്കണമെങ്കിലും TCS അടയ്ക്കണമെങ്കിലും എന്തെങ്കിലും ഡിമാൻഡ് ആണെങ്കിലും പെനാൾട്ടി ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും എല്ലാ സാധനവും ഏതിലെ വരിക? നമ്മളുടെ ലയബിലിറ്റി രജിസ്റ്റർ. അതാണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഓക്കെ, ക്രെഡിറ്റ് ലെഡ്ജർ എന്തായിരുന്നു? ക്രെഡിറ്റ് ലെഡ്ജർ നമ്മൾ ടോട്ടൽ ITC കാണിക്കുന്ന സ്ഥലം. ഓക്കെ, ITC അതുപോലെ തന്നെ നമ്മൾ ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ റിവേഴ്സ് ചാർജിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും അല്ലെ. ഇൻവാർഡ് സപ്ലൈയുടെ മുകളിൽ ഞാൻ വാങ്ങി RCM പ്രകാരം ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഔട്ട്വാർഡ് സപ്ലൈ നടക്കുമ്പോൾ ആക്ച്വലി ഡബിൾ ടാക്സ് ആയില്ലേ? ഡബിൾ ടാക്സേഷൻ GST ഇല്ലല്ലോ. GST ഡബിൾ ടാക്സേഷൻ ഇല്ലല്ലോ. ഞാൻ ഈ സാധനം വാങ്ങി റിവേഴ്സ് ചാർജിലാ വാങ്ങി എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ ഇതിന് ടാക്സ് അടച്ചു, ഞാനാണ് ടാക്സ് അടച്ചത്, ഞാൻ റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കുന്നതാണ് RCM. അപ്പോ ഇത് ഞാൻ പിന്നീട് വിൽക്കുകയാണെങ്കിൽ എനിക്കിത് ITC തരണ്ടേ? ഈ സാധനം കൊണ്ട് ഞാൻ മറ്റെന്തെങ്കിലും ടാക്സബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്നിട്ട് ഞാൻ വിറ്റു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് ITC തരണ്ടേ? അപ്പൊ അതും എന്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവും. അതുപോലെ തന്നെ FCM പ്രകാരം ഞാൻ അടച്ചിട്ടുള്ള ഇൻവാർഡ് സപ്ലൈയുടെ മുകളിലുള്ള എല്ലാ ടാക്സുകളും ഇതിലുണ്ടാവും, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവും. അത്രയും മനസ്സിലാക്കുക. ഓക്കെ, ഇത് വെച്ചിട്ട് എന്ത് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഔട്ട്വാർഡ് ടാക്സ് ലയബിലിറ്റി മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാഷ് ലെഡ്ജർ എന്താ? നമ്മൾ ഇൻട്രസ്റ്റ്, പെനാൾട്ടി, ടാക്സ്, ലേറ്റ് ഫീ എല്ലാം അടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അതിൽ ക്രെഡിറ്റ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഐ മീൻ ഔട്ട്പുട്ട് ടാക്സ് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ടാക്സ് ലയബിലിറ്റിയിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവൻ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൾട്ടി എല്ലാം എന്തിലൂടെ അടയ്ക്കുക? ക്യാഷ് ലെഡ്ജറിലൂടെയാണ് അടയ്ക്കുക. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിൽ ആകെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ അടയ്ക്കാൻ വേണ്ടിയിട്ട്? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ തന്നെ ഫിൽ ആവുമോ? നല്ല സുഖല്ലേ? ആവോ? നമ്മൾ അടയ്ക്കണ്ടേ? നമ്മൾ അടച്ചാലല്ലേ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ എന്തെങ്കിലും കയറുള്ളൂ. അപ്പൊ അത് അടയ്ക്കണമെങ്കിൽ RTGS വഴി അടയ്ക്കാം, NEFT വഴി അടയ്ക്കാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വഴി അടയ്ക്കാം, അതുപോലെ തന്നെ ഓവർ ദ കൗണ്ടർ അടയ്ക്കാം. ഓക്കെ, ഓവർ ദ കൗണ്ടർ ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ പോയി ഡയറക്റ്റ് അടയ്ക്കാനുള്ള ഓപ്ഷനാണ്. അതാകെ മാക്സിമം 10,000 രൂപ വരെയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ 10,000 ആലോചിക്കാം. ഓവർ ദി കൗണ്ടർ ആണെങ്കിൽ 10,000 രൂപയാണ് നമുക്ക് ഒരു ചലാനിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 10,000 രൂപ വരെയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്തുണ്ടെങ്കിലും നമ്മൾ ഇലക്ട്രോണിക് വഴി തന്നെ ചെയ്യണം. മനസ്സിലായോ? 10,000 ഉറപ്പിച്ചാ? ഞാൻ മാർക്ക് ചെയ്ത് തരാം, എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം. പിന്നെ ഒരു ചലാന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 15 ദിവസമാണ്. അത് മാർക്ക് ചെയ്യാം. ചലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചലാൻ എന്ത് ചെയ്യണം? ഫോം GST PMT പേയ്മെന്റ് ആണ്. PMT 06 ഓൺ ദ കോമൺ പോർട്ടൽ. എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ആണോ, ഏത് ടാക്സ് ആണോ, ഇൻട്രസ്റ്റ് ആണോ, പെനാൾട്ടി ആണോ, ഫീസ് ആണോ, അത് ഏതായിട്ടും നമുക്ക് അടയ്ക്കാൻ പറ്റും. ഓരോ ഹെഡായിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. ടാക്സ് ആയിട്ട് അടയ്ക്കാം, ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കാം, പെനാൾട്ടി ആയിട്ട് അടയ്ക്കാം, ഫീസ് ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ മറ്റെന്ത് എമൗണ്ട് ആയിട്ടും അടയ്ക്കാം. ഓക്കെ, ചലാൻ ജനറലി വാലിഡ് ഫോർ 15 days ആണ്. ഈ 15 days മാർക്ക് ചെയ്യാം.
ചലാനിന്റെ വാലിഡിറ്റി 15 ഡേയ്സ് ആണ്. ചലാനിന്റെ വാലിഡിറ്റി നോർമലി 15 ഡേയ്സ് ആണ്. ഓക്കെ, ഒരു ചലാനിന്റെ വാലിഡിറ്റി 15 ഡേയ്സ് ആണ്. ഇനി ഏത് മോഡ് ത്രൂ ആണ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാന്നുള്ളതാണ്. ടാക്സ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, പെനാൽറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, NEFT, RTGS. ഓക്കെ, ഇതിലൂടെയൊക്കെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പിന്നെ ഓവർ ദ കൗണ്ടർ പേയ്മെന്റ് ഓതറൈസ്ഡ് ബാങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടറിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കാം. അത് മാക്സിമം ഒരു ടാക്സ് പീരീഡിൽ ഒരു ചലാൻ 10,000 രൂപ വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്യാഷ് ആയിട്ടാണെങ്കിലും ചെക്ക് ആയിട്ടാണെങ്കിലും DD ആയിട്ടാണെങ്കിലും 10,000 രൂപ വരെയാണ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ 10,000 രൂപ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ തന്നെ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന ആൾക്കാർക്കും അപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഓവർ ദി കൗണ്ടറിലെ OTCയുടെ കേസിൽ 10,000 രൂപ ആകെ ഗവൺമെന്റിനും കമ്മീഷണർക്കും മാത്രം ലിമിറ്റ് അപ്ലിക്കബിൾ അല്ല. ബാക്കിയുള്ള എല്ലാ കേസിലും 10,000 രൂപ ലിമിറ്റ് ഉണ്ട്. അതും കൂടെ ആലോചിക്കാം. സെറ്റ് അല്ലേ? അത്രയും മതി ആ ഏരിയയിൽ. ഓക്കെ, പിന്നെ നമുക്ക് ചലാൻ അടച്ചു കഴിഞ്ഞാൽ ഒരു ചലാൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് കിട്ടുക. ഓക്കെ, പിന്നെന്താ, ടൈപ്സ് ഓഫ് അസസ്മെന്റ്. ഓക്കെ, ഏതൊക്കെ തരം അസസ്മെന്റ് ഉണ്ട്? അസസ്മെന്റ് എന്താ? നിർണയിക്കാം, മൂല്യനിർണയം എന്നൊക്കെ പറയില്ലേ. എത്രയാണ് വാല്യൂ എന്ന് നിർണയിക്കാം. ഓക്കെ, അതിനെയാണ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഏതൊക്കെ തരത്തില് എന്ത് ചെയ്യും നമ്മൾ വിലയിരുത്തും? ഏതൊക്കെ തരത്തിലാണ് നമ്മൾ എങ്ങനെ ടാക്സ് വാല്യൂ എത്രയാണ് ഐഡന്റിഫൈ ചെയ്യുക, എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്ന് സെൽഫ് അസസ്മെന്റ്. എന്ത് ചെയ്യുക? ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്ന് വിചാരിച്ചോ, ഞാൻ സ്വമേധയാ എന്റെ GST പേയബിൾ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യുക, ടാക്സ് അടയ്ക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ സ്വമേധയാ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. സ്വമേധയാ എന്റെ GST പേയബിൾ ഐഡന്റിഫൈ ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് എന്തെന്ന് പറയും? സെൽഫ് അസസ്മെന്റ് എന്ന് പറയും. ഓക്കെ, സെൽഫ് അസസ്മെന്റ് സ്വന്തമായിട്ട് അസസ് ചെയ്യല്ലേ, എന്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ എവരി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ സെൽഫ് അസസ് GST പേയബിൾ ആൻഡ് ഫർണിഷ് എ റിട്ടേൺ ഫോർ ഈച്ച് പീരീഡ്. എല്ലാവരും സ്വമേധയാ എന്ത് ചെയ്യണം? എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, ആസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 39. സെക്ഷൻ 39 മറ്റേ നമ്മുടെ GSTR 3(3)B ആണ് കേട്ടോ. 3(3)B മന്ത്ലി റിട്ടേൺ ഇല്ലടാ. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് പേഴ്സൺ സ്വമേധയാ ടാക്സ് അസസ് ചെയ്തിട്ട് ഗവൺമെന്റിലോട്ട് അടയ്ക്കാം. പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്, ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ കറക്റ്റ് റേറ്റ് എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സമയം ഞാൻ എന്ത് ചെയ്യണം? ഒരു അപ്ലിക്കേഷൻ നൽകുകയാണ് കോമൺ പോർട്ടലിൽ. ഇത് പ്രൊവിഷണൽ ബേസിസിൽ എനിക്ക് അസസ് ചെയ്ത് തരണം. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് തരണം. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയാം? പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറയാം.
പ്രോപ്പർ ഓഫീസർ ഇത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ എങ്ങനെയാടാ, ആദ്യം നമ്മൾ പറഞ്ഞത് സെൽഫ് അസസ്മെന്റ്, സ്വമേധയ അടയ്ക്കുന്നത്. ഇനി പ്രൊവിഷണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാം. വൺ ക്യാൻ അവൈൽ ദിസ് ഫെസിലിറ്റി ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ് ഇൻ ദ ടു കേസസ് ബിലോ. ഇൻ ദ ടാക്സബിൾ പേഴ്സൺ അൺഏബിൾ ടു ഡിറ്റർമിൻ വാല്യൂ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ്. എത്രയാണ് വാല്യൂ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. 2, ടാക്സബിൾ പേഴ്സൺ അൺഏബിൾ ടു ഡിറ്റർമിൻ റേറ്റ് ഓഫ് GST അപ്ലിക്കബിൾ. എത്രയാണ് റേറ്റ് എന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, അയാൾക്ക് പ്രൊവിഷണൽ അസസ്മെന്റ് ചെയ്യാം. ഓക്കെ, അതിന് എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. പ്രൊവിഷണൽ അസസ്മെന്റിന് അപ്ലൈ ചെയ്യണം. രജിസ്റ്റേർഡ് പേഴ്സൺ അപ്ലൈ ചെയ്യുക. GST അസസ്മെന്റ് 1 എന്ന് പറയാം, ASMT. GST അസസ്മെന്റ് 1 അപ്ലൈ ചെയ്യണം. ഈ അപ്ലിക്കേഷൻ എന്ത് അലോങ് വിത്ത് ഡോക്യുമെന്റ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് സപ്പോർട്ടിങ്സ് ഉള്ളത് അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ പ്രൊവിഷണൽ ബേസിസിലൂടെ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇനി പ്രോപ്പർ ഓഫീസർ ഈ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നോട്ടീസ് അയക്കണം. എന്തിന്, എന്തെങ്കിലും ഡോക്യുമെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അയക്കണം. അത് ആരാ റിപ്ലൈ കൊടുക്കണം, നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ റിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് സെൽഫായിട്ട് അസസ് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് വാല്യൂ എത്രയാണ്, സെൽഫ് അസസ്മെന്റ് ഒന്ന് പഠിച്ചു. രണ്ടാമത്തെ പ്രൊവിഷണൽ അസസ്മെന്റ് എന്താണ്, എനിക്ക് സ്വന്തമായിട്ട് എന്റെ വാല്യൂ, ഗുഡ്സിന്റെയും സർവീസിന്റെയും വാല്യൂ ഡിക്ലെയർ ചെയ്യാൻ പറ്റിയില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ആക്ച്വൽ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രൊവിഷണൽ അസസ്മെന്റിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തു, GST അസസ്മെന്റ് ASMT 01 അപ്ലൈ ചെയ്തത്. അങ്ങനെ ഞാൻ പ്രൊവിഷണൽ അസസ്മെന്റിന് അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന ഓഫീസർ, പ്രോപ്പർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ GSTയിലെ ഓഫീസേഴ്സ്. ഓക്കെ, അപ്പൊ ചെക്ക് ചെയ്യുന്ന ഓഫീസർക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, നോട്ടീസ് അയക്കാം. അത് ASMT 2 അയക്കാം, നോട്ടീസ് അയക്കാം. അപ്പോൾ അസസ്മെന്റ് 1 ഞാൻ അപ്ലിക്കേഷൻ ചെയ്തു, അസസ്മെന്റ് 2 അയാൾ റിപ്ലൈ ചോദിച്ചു, ഞാൻ അതിന് എന്താണോ കൃത്യമായ മറുപടി നൽകുക. അത് കഴിഞ്ഞ ആ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പ്രോപ്പർ ഓഫീസർക്ക് ഇത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യണം, 90 ദിവസത്തിനുള്ളിൽ, ഞാൻ അപ്ലൈ ചെയ്ത് 90 ദിവസത്തിനുള്ളിൽ എനിക്ക് എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ് ഓർഡർ അയച്ചോളണം. ഓക്കെ, റെഡി? അപ്പൊ എങ്ങനെയാടാ, ഓർഡർ ഓഫ് പ്രോപ്പർ ഓഫീസർ വിത്തിൻ 90 ഡേയ്സ് ഫ്രം റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഈ അപ്ലിക്കേഷൻ കിട്ടിയതിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ GST ASMT 4 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യണം. എന്തിന്, ടാക്സ് പ്രൊവിഷണൽ ബേസിസിൽ അടച്ചോളാൻ പറഞ്ഞിട്ട്, എത്രയാണ് വാല്യൂ, എത്രയാണ് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊവിഷണൽ ബേസിസ്, ഒരു പ്രൊവിഷണൽ റേറ്റ്. താൽക്കാലികമായിട്ട്, പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് താങ്കൾ ഇത്രയും ടാക്സ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ഓഫീസർ ഒരു ഓർഡർ തരണം. ഓക്കെ, ഓർഡറിൽ എന്ത് പറയും, ഒരു എമൗണ്ടും പറയും, പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതും പറയും. ഒരു 25% വരെ ബോണ്ടിൽ കവർ ചെയ്ത 25% വരെ സെക്യൂരിറ്റിയും വേണമെങ്കിൽ ചോദിക്കാം. റെഡി? ഇനി ബോണ്ട് എന്താണ്? ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the registered person shall execute a bond in form GST ASMT 05 along with scrutiny in the form of a bank guarantee for an amount as specified in the order of proper officer. Proper officer പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്യണം, ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു ബാങ്ക് ഗ്യാരണ്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ എമൗണ്ട് ഒക്കെ അടയ്ക്കണം. അതിന് ഒരു ബോണ്ട് ആര് തയ്യാറാക്കും, പ്രോപ്പർ ഓഫീസർക്ക് തയ്യാറാക്കി കൊടുക്കും. ഓക്കെ,
എങ്ങനെയാടാ? ആദ്യം ഞാൻ അപ്ലൈ ചെയ്തു, എന്നിട്ട് എനിക്ക് 90 ദിവസത്തിനുള്ളിൽ ഇത്രയും താൽക്കാലികമായിട്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് ഓർഡർ തന്നു. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ഞാനും പ്രോപ്പർ ഓഫീസറും തമ്മിലുള്ള ബോണ്ട്. ഓക്കെ, പിന്നെന്താ? ഫൈനൽ അസസ്മെന്റ്. ഇതുമായി ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ടല്ല ചെയ്തേ, അല്ലെ? താൽക്കാലികമായിട്ടല്ലടാ ചെയ്തത്, അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ പ്രൊഫഷണൽ അസസ്മെന്റിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. ഒന്നെന്താ, ഞാൻ അതിന് അപ്ലൈ സെൽഫ് അസസ്മെന്റ് പറഞ്ഞാൽ ഞാൻ സ്വമേധയാ ചെയ്യുന്നത്. എനിക്ക് വാല്യൂ ഡിക്ലെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ടാക്സ് റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ അപ്ലൈ ചെയ്യുന്നു പ്രൊഫഷണൽ അസസ്മെന്റിന്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും, അതിന് ഞാൻ റിപ്ലൈ കൊടുക്കണം. അത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ തൽക്കാലം നിങ്ങൾ ഇത്രയും ടാക്സ് അടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ടും റേറ്റും എല്ലാം പറഞ്ഞിട്ട് എനിക്കൊരു എന്ത് ചെയ്യണം? ഓർഡർ അയക്കണം. അത് എത്ര ദിവസത്തിനുള്ളിൽ അയക്കണം? എത്ര ദിവസത്തിനുള്ളിൽ അയക്കണടാ? എത്ര ദിവസത്തിനുള്ളിലാ? തൊണ്ണൂറ്, അല്ലെ? പിന്നെ രജിസ്റ്റേർഡ് പേഴ്സൺ ഇത് പറഞ്ഞിട്ട് ഈ എമൗണ്ടും ടോട്ടൽ സെക്യൂരിറ്റി എത്രയാണോ, എമൗണ്ട് ഗ്യാരണ്ടി എത്രയാണോ, ഇതെല്ലാം വെച്ചിട്ട് ഒരു ബോണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, രജിസ്റ്റേർഡ് പേഴ്സണും പ്രോപ്പർ ഓഫീസറും തമ്മിൽ ഒരു ബോണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അത്രയാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. പിന്നെന്താ? ഫൈനൽ അസസ്മെന്റ്. ഞാൻ പ്രൊവിഷണൽ ഓർഡർ ഇഷ്യൂ ചെയ്തു. നിങ്ങളോട് ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? തൽക്കാലം നിങ്ങൾ ഇത്രയും ടാക്സ് അടയ്ക്കൂ, ഇത്രയും റേറ്റ് ടാക്സ് അടയ്ക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പ്രോപ്പർ ഓഫീസർക്ക് പിന്നീട് ഈ പ്രൊവിഷണൽ ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ എന്ത് ഇൻഫർമേഷനും റെക്കോർഡും, ഇത് അസസ്മെന്റ് പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ഇൻഫർമേഷനും റെക്കോർഡും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. ഞാൻ പ്രോപ്പർ ഓഫീസറെ, ഞാൻ ഓഫീസറായി, എനിക്ക് ഇങ്ങനെ സ്ഥാനം കയറ്റവും സ്ഥാനം കുറയലൊക്കെ ചെയ്യും. ഇപ്പൊ തൽക്കാലം ഞാൻ പ്രോപ്പർ ഓഫീസറാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? തൽക്കാലം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ടാക്സ് അടയ്ക്കൂ പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ നമ്മൾ ബോണ്ടൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ദിവസത്തിൽ നിന്ന്, ഞാൻ ഈ ഓർഡർ ഇഷ്യൂ ചെയ്ത ദിവസത്തിൽ നിന്നും, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തന്ന ദിവസത്തിൽ നിന്നും 6 മാസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ ഇൻഫർമേഷനോ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ എന്നിട്ട് ഇത് മൊത്തം പ്രൊസീഡിങ്സ് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഫൈനൽ അസസ്മെന്റ്, ഈ പ്രൊഫഷണൽ അസസ്മെന്റ് ചെയ്ത സാധനം ഞാൻ ഫൈനൽ അസസ്മെന്റ് എത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം? എത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കണം? ഒരു മിനിറ്റ് ഇടാ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 6 മന്ത് അതൊക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പ്രൊഫഷണൽ അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വമേധയാ, ഞാൻ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഞാൻ സ്വമേധയാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, റേറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പർ ഓഫീസർക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അയാളുടെ നിർദ്ദേശപ്രകാരം എനിക്ക് പ്രൊവിഷണൽ ബേസിസിൽ ടാക്സ് അടയ്ക്കാൻ പറ്റും. ആരുടെ? പ്രോപ്പർ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം. ഓക്കെ, ബോണ്ട്, ബാങ്ക് ഗ്യാരണ്ടി അടക്കമുള്ള ബോണ്ട് പ്രോപ്പർ ഓഫീസർ പറയുന്ന, പ്രോപ്പർ ഓഫീസർക്ക് ഫിറ്റ് ആണെന്ന് തോന്നുന്ന എമൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം.
ഞാൻ പ്രോപ്പർ ഓഫീസറുമായിട്ട് ഒരു ബോണ്ടിൽ ഏർപ്പെടണം. എന്നിട്ട് ഫൈനൽ അസസ്മെന്റ്, ഈ പ്രൊവിഷണൽ അസസ്മെന്റിന്റെ ഓർഡർ ഇഷ്യൂ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഫൈനൽ അസസ്മെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ അസസ്മെന്റ് ചെയ്തിരിക്കണം. ഈ ഫൈനൽ അസസ്മെന്റിന് വേണ്ടി നമുക്ക് എന്ത് ഡാറ്റയും വേണമെങ്കിൽ കളക്ട് ചെയ്യാം എന്നും പറയുന്നുണ്ട്. ഈ 6 മാസം പിന്നീട് ജോയിന്റ് അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർക്ക് വേണമെങ്കിൽ 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അനദർ 6 months. അപ്പൊ എത്രയായി? 12 മാസം. അപ്പൊ 6 മാസം ഉള്ളത് വേണമെങ്കിൽ ഇനിയും 6 മാസം ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം? ജോയിന്റ് അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഈ എക്സ്റ്റെൻഡ് ചെയ്തത് കമ്മീഷണർക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു 4 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും ഒരു 4 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ഇത്രേ ഉള്ളൂ. സെൽഫ് അസസ്മെന്റ്. ക്ലിയർ ആണല്ലേ? എന്നാലും ഒന്നും കൂടെ ഞാൻ എഴുതി തരുന്നുണ്ട്. എന്തിനാണ്? എവരി രജിസ്റ്റേർഡ് പേഴ്സൺ to assess tax for himself and furnish return. ഇങ്ങനെ റിട്ടേൺ ചെയ്തു. ഇതാണ് സെൽഫ് അസസ്മെന്റ്. 2 പ്രൊവിഷണൽ അസസ്മെന്റ്. എന്താണ് സിറ്റുവേഷൻ? എന്തായിരുന്നു സിറ്റുവേഷൻസ്? 2 സിറ്റുവേഷൻ ആണ് അല്ലെ? 2 സിറ്റുവേഷൻ. ഒന്ന്, വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, rate of tax applicable, registered person not able to determine അല്ലെ? ഈ 2 സാധനം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്തപ്പോ he can, ഈ ടൈമിൽ എന്ത് ചെയ്യാം? അപ്ലൈ ടു പ്രോപ്പർ ഓഫീസർ ആൻഡ് അപ്പോൺ ഹിസ് ഓർഡേഴ്സ്, അയാളുടെ ഓർഡർ പ്രകാരം എന്ത് ചെയ്യാം? പേ ടാക്സ് ഓൺ പ്രൊവിഷണൽ ബേസിസ്, താൽക്കാലികമായിട്ട് ടാക്സ് അടയ്ക്കാം. ഇനി എന്ത് ചെയ്യണം? ബോണ്ട് ടു ബി എക്സിക്യൂട്ടഡ് വിത്ത് ബാങ്ക് ഗ്യാരണ്ടി for an amount പ്രോപ്പർ ഓഫീസർ ആണ് കേട്ടോ. PO ഡീംസ് ഫിറ്റ്, POക്ക് ഫിറ്റ് ആണെന്ന് തോന്നുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് ബോണ്ട് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. ഫൈനൽ അസസ്മെന്റ് എത്ര സമയത്തിനുള്ളിൽ നടത്തണം? ടു ബി ഡൺ within 6 months from communication of ഇതിന്റെ
orders of provisional assessment. Provisional assessment. Extension. Additional അല്ലെങ്കിൽ ജോയിന്റ് കമ്മീഷണർക്ക് എന്ത് ചെയ്യാം? ജോയിന്റ് കമ്മീഷണർക്ക് അനദർ 6 months 6 മാസം കൂടെ എന്ത് ചെയ്യാം? എക്സ്റ്റെൻഡ് ചെയ്യാം. കമ്മീഷണർക്ക് എത്രയാണ്? അനദർ 4 years. ഓക്കെ, ഇതിൽ രണ്ട് സിറ്റുവേഷൻ ഉണ്ടാവാം. ഒന്ന്, നമ്മൾ ഫൈനൽ അസസ്മെന്റിലുള്ള ടാക്സ് ഓൺ ഫൈനൽ അസസ്മെന്റ് ഗ്രേറ്റർ ദാൻ പ്രൊവിഷണൽ അല്ലെ? നമ്മളോട് തൽക്കാലം അടയ്ക്കാൻ പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതലാവാം, അല്ലെങ്കിൽ പ്രൊവിഷണൽ ഗ്രേറ്റർ ദാൻ ടാക്സ് ഓൺ ഫൈനൽ അസസ്മെന്റ് അല്ലെ? ഈ കേസിൽ ഇൻട്രസ്റ്റും റീഫണ്ടും അപ്ലിക്കബിൾ അല്ലേ? ഇൻട്രസ്റ്റും റീഫണ്ടും അപ്ലിക്കബിൾ അല്ലേ? ആദ്യത്തെ കേസ് എന്താ? ഫൈനൽ അസസ്മെന്റിലുള്ള ടാക്സ് നമ്മൾ പ്രൊവിഷണൽ നമ്മളോട് അടയ്ക്കാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കണോ തിരിച്ചു കിട്ടുമോ? ടാക്സ് അടയ്ക്കണോ തിരിച്ചു കിട്ടുമോ? ടാക്സ് അടയ്ക്കണോ തിരിച്ചു കിട്ടുമോ? എടാ പറടാ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ടാക്സ് അടയ്ക്കണോ തിരിച്ചു കിട്ടുമോ? നമ്മൾ പ്രൊവിഷണൽ ആയിട്ട് 100 രൂപ അടച്ചു, ഫൈനൽ അസസ്മെന്റിൽ പറഞ്ഞു 200 അടയ്ക്കേണ്ടത്, അപ്പൊ ടാക്സ് അടയ്ക്കണമല്ലോ. ആ കേസിൽ, ആദ്യത്തെ കേസിൽ ടാക്സ് അടയ്ക്കണം. അവിടെ ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആണ് 18%. ഇനി പ്രൊവിഷണൽ കൂടുതലാണെങ്കിൽ അവിടെ റീഫണ്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം 60 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 6%. ഓക്കെ, അത്രേ ഉള്ളൂ അസസ്മെന്റ്. പിന്നെ സ്ക്രൂട്ടിനി, റിലീസ് ഓഫ് സ്ക്രൂട്ടിനി. ഈ ഡേറ്റ് ഇതിലും കൂടെ മാർക്ക് ചെയ്തേക്ക്. ഞാൻ എഴുതിയത് വരച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നോട്ട് എക്സീഡിങ് 6 months 4 years. പിന്നെ ഫൈനൽ അസസ്മെന്റ് ഓർഡറിൽ റീഫണ്ട് എത്രയാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും. ഓക്കെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ. ഇനി റിലീസ് ഓഫ് സ്ക്രൂട്ടിനി എന്ത് ചെയ്യാം? അപ്ലിക്കന്റിന് വേണമെങ്കിൽ ഈ നടപടികൾ നിർത്തിവെക്കാൻ പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. അപ്പൊ നമ്മൾ മൊത്തം ഇൻട്രസ്റ്റും എമൗണ്ടും ഒക്കെ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ക്രൂട്ടിനി റിലീസ് ചെയ്തുകൊണ്ട് ഓർഡർ കിട്ടും. അത്രേ ഉള്ളൂ. This order should be passed in form GST assessment year within a period of 7 working days from the date of receipt of application for release of scrutiny. Release of scrutiny കേസിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ആ 7 days ആണ് കേട്ടോ. എന്താണ് അനശ്വര? ഏത് സെക്യൂരിറ്റിയാ? റിലീസ് ഓഫ് സെക്യൂരിറ്റി. സ്ക്രൂട്ടിനി ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, രണ്ട് കേസിൽ. ഒരു മിനിറ്റ്, നിങ്ങൾ ടെസ്റ്റ് ഒന്ന് നോക്കട്ടെ. സ്ക്രൂട്ടിനി നമ്മൾ നടപടി നിർത്തിവെക്കാനുള്ള ഒരു സെക്ഷനും ഉണ്ട്.
എവിടെടാ? ഓക്കെ, ഇത് സെക്യൂരിറ്റി തന്നെ ആയിരിക്കും. സെക്യൂരിറ്റി എങ്ങനെയാണ്? ഞാൻ ഓൾറെഡി സെക്യൂരിറ്റി വെച്ച സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റും എമൗണ്ടും ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് എത്ര? ഈ 7 ദിവസത്തിനുള്ളിൽ ഞാൻ എന്നാണോ അപ്ലൈ ചെയ്തത് അത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ എന്റെ സെക്യൂരിറ്റി വിട്ടു നൽകുന്നതായിട്ടുള്ള ഓർഡർ പാസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, 7 ദിവസം. ഇത് സെക്യൂരിറ്റി തന്നെയാണ് കേട്ടോ. സ്ക്രൂട്ടിനി നിങ്ങൾക്കില്ല, സ്ക്രൂട്ടിനി അസസ്മെന്റ് നിങ്ങൾക്കില്ല. സ്ക്രൂട്ടിനി അസസ്മെന്റ് വേറൊരു ഏരിയയാണ്. ഇനി ഇതല്ലാതെ ഒരു സ്ക്രൂട്ടിനി അസസ്മെന്റും ഉണ്ട്. പിന്നെന്തായിരുന്നു? 2 അസസ്മെന്റും കൂടെ ഉണ്ട്. അത് ആവശ്യമില്ല, അത് ഫൈനലിലുള്ളൂ, കുറച്ച് കാര്യമുള്ളൂ. ഓക്കെ, ഇത് ഇന്റർവ്യൂ ഇല്ല കേട്ടോ. എത്രയൊന്നും എനിക്ക് എന്തിനാ കാറ്റിൽ ഇതൊക്കെയെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പെനാൾട്ടി അണ്ടർ GST എത്രയാണ് പെനാൾട്ടി വരിക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പെനാൾട്ടി ഓക്കെ, 2 കേസ് ഉണ്ട്, നോർമൽ കേസും ഫ്രോഡ് കേസും. ഫ്രോഡ് ചെയ്തതാവും നോർമൽ ആയിരിക്കാം. അപ്പോ പെനാൾട്ടി നമുക്ക് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. 15, 25. ഫ്രോഡ് കേസിൽ 15, 25, 50, 100. നോർമൽ കേസിൽ 10%. ഓക്കെ, നമുക്ക് നോക്കാം 10% ആണോ അതോ 10,000 ആണോ, വിച്ച് ഈസ് ഹയർ. അങ്ങനെയാണ് പെനാൾട്ടി. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല എങ്കിൽ, ബോണഫൈഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല എങ്കിൽ, ഫ്രോഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തത്, മനഃപൂർവ്വം ചെയ്തതാണ്. ഓക്കെ, ഈ 2 കേസിലും ഒഫൻസ് മൊത്തമായിട്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് പെനാൾട്ടി വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണ്? ടാക്സ് പെയ്ഡ് ബിഫോർ ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? നോർമൽ കേസിൽ പെനാൾട്ടി ഇല്ല, നോട്ടീസ് ഒന്നും ആവശ്യമില്ല. ഏത് മനസ്സിലായോ? നോട്ടീസ് എനിക്ക് ഷോക്കോസ് നോട്ടീസ് അയക്കുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പെനാൾട്ടി ഉണ്ടാവുമോ? നമ്മൾ ബോണഫൈഡ് ആയിട്ട് ചെയ്തതാണ്, അപ്പോ ഞാൻ അറിയാതെ ചെയ്തതാണ്. പക്ഷെ എനിക്ക് നോട്ടീസ് വരുന്നതിന് മുമ്പേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടാക്സ് അടച്ചിട്ടുണ്ട്, അറിയാതെ ചെയ്തതാണ്. അപ്പൊ എന്ത് ചെയ്യും? പെനാൾട്ടി നോട്ടീസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി ഫ്രോഡായിട്ട് ചെയ്തതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ്, ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണെങ്കിൽ അവിടെ എന്താ? 15% ടാക്സ് അടയ്ക്കണം. ഓക്കെ, പെനാൾട്ടി ആയിട്ട് 15% ടാക്സ് അടയ്ക്കണം. ക്ലിയർ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, ഇനി ടാക്സ് നോട്ടീസ് അയച്ചു. ഓക്കെ, ആദ്യത്തെ കേസ് നോട്ടീസ് അയക്കുന്നതിന് മുമ്പാണ്. ഇനി നോട്ടീസ് കിട്ടി, 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തു. എങ്ങനെയാടാ? ആദ്യത്തെ എന്താ? ടാക്സ് പെയ്ഡ് ബിഫോർ നോട്ടീസ് ആണ്. ഇനി ആഫ്റ്റർ നോട്ടീസ് ആണ്. 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തു? ടാക്സ് അടച്ചു. അങ്ങനെ ആണെങ്കിലും നോർമൽ കേസിൽ പെനാൾട്ടി ഒന്നുമില്ല. ഓക്കെ, ഫ്രോഡ് കേസിൽ 15 ഉള്ളത് 25 ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാണ് ഞാൻ അടയ്ക്കുന്നത് എങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞാൻ അടയ്ക്കുന്നത് എങ്കിൽ 25% എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഇനി ഓർഡർ പാസ് ചെയ്തു. ആദ്യം നമുക്ക് നോട്ടീസ് അയക്കും. എന്നിട്ട് നോട്ടീസ് പ്രകാരം നമ്മൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഓർഡർ പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഓർഡർ അയക്കുന്ന സിറ്റുവേഷൻ, എത്ര സമയത്തിനുള്ളിൽ ഓർഡർ അയക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. നോട്ടീസ് അയക്കുന്നതും ഓർഡർ അയക്കുന്നതും ടൈം ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അപ്പോ 30 ദിവസത്തിനുള്ളിൽ ഓർഡർ തന്നു. ഇനി എന്താ? ആഫ്റ്റർ നോട്ടീസ് ആയിരുന്നു, അത് കഴിഞ്ഞ് ആഫ്റ്റർ ഓർഡർ കിട്ടിയതിന് ശേഷം. ഓക്കെ,
ടാക്സ് അടയ്ക്കാനുള്ള ഓർഡർ കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, ടാക്സ് അടച്ചിട്ടുണ്ട് എങ്കിൽ എത്രയാണ് നോർമൽ കേസിലെ 10% ഓഫ് ടാക്സ് ഓർ 10,000 വിച്ച് ആർ ഈസ് ഹയർ. 10% ഓഫ് ടോട്ടൽ ടാക്സ്, മൊത്തം ടാക്സ് എത്രയായിരുന്നു അതിന്റെ 10% ആണോ അതോ 10,000 ആണോ കൂടുതൽ, ഏതാണോ കൂടുതൽ അത്. ഞാൻ 1,00,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ട് എങ്കിൽ 10% എത്രയാ 10,000, അപ്പൊ 10,000 തന്നെ. 2,00,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 2,00,000 രൂപ ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. 10% എത്രയാ 10% എത്രയാ 2,00,000ത്തിന്റെ 10% അറിയില്ലേ 20,000. അപ്പൊ 20,000 ആണോ 10,000 ആണോ വിച്ച് എവർ ഈസ് ഹയർ അതാണ് അവിടെ പെനാൽറ്റി ആയിട്ട് വരിക. ഓക്കെ, ഇത് തന്നെ ഫ്രോഡ് ആയിരുന്നെങ്കിൽ 50%, ടാക്സിന്റെ 50%ആണ് എന്ത് നമ്മളുടെ പെനാൽറ്റി വരിക. ടാക്സും അടയ്ക്കണം, പെനാൽറ്റി 50% അടയ്ക്കണം. ഓക്കെ, ഇനി ഓർഡർ കഴിഞ്ഞു 30 ദിവസത്തിന് ശേഷമാണ് പേയ്മെന്റ്, 30 ദിവസത്തിന് ശേഷമാണെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10% ഓർ 10,000 വിച്ച് ആർ ഈസ് ഹയർ. ഫ്രോഡ് ആണെങ്കിൽ 100% ടാക്സ് പെനാൽറ്റി അടയ്ക്കണം. ഓക്കെ, ഓർഡറിനും ശേഷം 30 ദിവസത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, 30 ദിവസമായിട്ടും നമ്മൾ ടാക്സ് അടച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ടാക്സ് അടയ്ക്കുമ്പോൾ 100% പെനാൽറ്റിയും കൂടെ അടയ്ക്കണം. ഓക്കെ, എല്ലാ കേസും ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ എല്ലാത്തിലും 30 ദിവസം ഡേയ്സും ഉണ്ടാവും. ഏത് പീരീഡ് 30 ദിവസം ആലോചിച്ച് വെക്കുക. പീരീഡ് 30 ദിവസം ആലോചിച്ച് വെക്കുക. നോർമൽ ആണെങ്കിൽ ഓർഡർ കിട്ടുന്നതിന് മുമ്പും ഓർഡർ കിട്ടിയതിന് ശേഷവും, ഓർഡർ കിട്ടിയതിന് മുമ്പ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഓർഡർ കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ഓർഡർ നോട്ടീസ് അല്ലടാ, ഒരു മിനിറ്റ്. നോട്ടീസ് കിട്ടുന്നതിന് മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. 2, നോട്ടീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിലും നോർമൽ കേസിൽ ഒന്നുമില്ല. 3, ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% ഓഫ് ടാക്സ് ഓർ 10,000 വിച്ച് ആർ ഈസ് ഹയർ. ഇത് തന്നെ എന്ത് ഓർഡർ കിട്ടിയതിന് ശേഷം 30 ദിവസത്തിന് ശേഷം പേ ചെയ്യുകയാണെങ്കിലും സെയിം. നോർമലിലെല്ലാം സെയിം. മറ്റേതിൽ എങ്ങനെയാ 15, 25, 50, 100 ഇത് ആലോചിച്ചാൽ മതി. ഓക്കെ, നോട്ടീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ അടച്ചു, ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിൽ അടച്ചു, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അടച്ചിട്ടില്ല. 15, 25, 50, 100 ഇത്രയും ഓർത്താൽ മതി. ഈ പെർസെന്റേജ് മാത്രം ഓർത്താൽ മതി കേട്ടോ. പെർസെന്റേജും 30 ദിവസവും, മറ്റേ 10%, 10,000. ക്ലിയർ? ഇനി ടൈം ലിമിറ്റ് ഓഫ് നോട്ടീസ് ആൻഡ് മേക്കിംഗ് ഓർഡർ. എത്ര സമയത്തിനുള്ളിൽ ഓർഡർ ഇഷ്യൂ ചെയ്യണം, നോട്ടീസ് എത്ര സമയത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം. നിങ്ങളുടെ ടെസ്റ്റിൽ നോർമൽ കേസ് ഉണ്ടാവുക, അത് വെട്ടിയിട്ട് ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ് അയച്ചേക്കിട്ടോ. എന്താ നോർമൽ കേസ് ഉണ്ടാവുക, ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ് എന്നാക്കിയേക്ക്. ഷോ കോസ് നോട്ടീസ്, കാരണങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നോട്ടീസ് അയക്കണം. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ ഓഫ് നോട്ടീസ്. മുകളിലെ ഹെഡിങ് ശരിയാണ്, താഴത്തെ ഹെഡിങ്ങിൽ ചെറിയ തെറ്റ് പറ്റിപ്പോയതാണ്. 2 ഇഷ്യൂ ഓഫ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, 2 കേസാണ് നമുക്കുള്ളത്. ക്ലിയർ?
ഒരു മിനിറ്റ് ഇടാം. ഇനി നാളെ മതിയോ? ഇനിയിപ്പോ ആകെ എത്ര ഉള്ളൂ? നാളെ മതിയെങ്കിൽ നാളെ. ഓക്കെ, അപ്പൊ നാളെ നമ്മൾ പുതിയ ചാപ്റ്ററും കൂടെ സ്റ്റാർട്ട് ചെയ്യും, കസ്റ്റംസ്. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത ഭാഗമൊക്കെ ഒന്ന് വായിക്കാം. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കീ ഏരിയാസ് ഒക്കെ ഒന്നും കൂടെ നോക്കുക. ഓക്കെ, നന്നായി പഠിക്കുക. എന്നാ ഓക്കെ, ബാക്കി നാളെ എടുക്കാം. ഓക്കെ, ബൈ, ഹാവ് എ ഗുഡ് സ്ലീപ്പ്. ഓക്കെ.